കൊള്ളുന്നു. ഊണ് കഴിച്ച ഭക്തജനങ്ങൾ ഈ പന്തലിൽ കയറിയിരിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. വെളിയിൽ നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങളും പ്രഭാഷണം ആരംഭിക്കുകയാണ്. എല്ലാവരും ഈ പന്തലിൽ കയറിയിരിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. വിരാട് സ്വരൂപ വർണ്ണന എന്ന വിഷയത്തെ അധികരിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ആദരനായ ഭാഗവതാചാര്യൻ ശ്രീ കുരുമ്പോലിൽ ടി കെ ശ്രീകുമാർ മൈനാഗപ്പള്ളി അവരുകളാണ്. അദ്ദേഹം കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി എന്ന സ്ഥലത്ത് ശിവക്ഷേത്രത്തോടനുബന്ധിച്ച് അവിടെ ധാരാളം ആധ്യാത്മിക ക്ലാസ്സുകളും മറ്റ് സത്സംഗങ്ങളുമൊക്കെ നടത്തി വരുന്നു. സത്യസായി സേവാ സമിതിയുമായി ബന്ധപ്പെട്ട് ധാരാളം യുവജനങ്ങൾക്ക് വേദമന്ത്രങ്ങളും മറ്റ് ഉപനിഷത്ത് ക്ലാസ്സുകളൊക്കെ അവർക്ക് ഉപദേശിക്കുകയും ക്ലാസ്സുകൾ നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു കഥകളി ആസ്വാദകൻ കൂടിയാണ്, ഒരു സംഗീതപ്രേമിയാണ്. അപ്പോൾ ആ വിധത്തിലുള്ള എല്ലാ പരിപാടികളും കൊല്ലം ജില്ലയിലും മറ്റ് ഇതര ഭാഗങ്ങളിലൊക്കെ സംഘടിപ്പിക്കുന്നൊരു പ്രമുഖ ആധ്യാത്മിക പ്രവർത്തകനാണ്. സദർവേദിയിൽ നേരത്തെയും പ്രഭാഷണത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ വർഷവും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ വളരെ ആദരവോട് ഈ വിഷയം അവതരിപ്പിക്കാനായിട്ട് വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാം ഉപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതിഭിः സീദസാദനം. പ്രണോ ദേവീ സരസ്വതീ വാജേഭിർവാജിനീവധി ധീനാമഭിത്രയവതു. ഗണേശായ നമഃ. സരസ്വത്यै നമഃ. ശ്രീഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഓം ഗംഗണപതയേ നമഃ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശ യാസാം ഹരിഹതോദ്ഗീതം പുനാതിഭുവനത്രയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഓം നമഃ ശിവായ. പാർവതീശ പാപനാശനാ ഹരേ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. കലിയുഗത്തിലെ മുക്തിക്കുള്ള ഏകാവലംബമായ പുരാണ തിലകമായ
ശ്രീമദ് ഭാഗവതം ഉപാസിക്കുന്ന സജ്ജനങ്ങളുടെ സന്നിധിയിൽ കുറച്ചു നേരം നമുക്ക് ഭഗവത് കഥകളെ അല്ലെങ്കിൽ ഭഗവത് ചരിതത്തെ ഒന്ന് അനുസ്മരിക്കാം. പൂർവജന്മം നമുക്ക് അവശേഷിപ്പായിട്ട് തന്നിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠതയാർന്ന നിമിഷങ്ങളാവും നമ്മളുടെ ഓരോ സജ്ജന സംഗമത്തിലും ഉണ്ടാകുന്നത്. മഹാസത്രം, ഭാഗവത മഹാസത്രം എന്ന സമാനതകളില്ലാത്ത ഈ മഹാസത്രം എവിടെ നടന്നാലും അത് ലോകത്തിനാകെ ഉപകാരപ്രദമാണ്. ഏത് ഗുഹാന്തരത്തിൽ ഇരുന്നു കൊണ്ട് നാമം ജപിച്ചാലും അതിൻ്റെ പുണ്യാംശം പരക്കെ ലോകത്തിനാകമാനം കിട്ടും. മാനവരാശിക്ക് മാത്രമല്ല, സമസ്തത്തിന് കിട്ടും. സർവ ആധാരഭൂതമായ സർവചൈതന്യമായ ആ മഹത്തായ ഏകമായ ഒന്നിനെ സ്മരിക്കാൻ കഴിയുന്നു എന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും സമ്പന്നമായ നിമിഷങ്ങൾ. ഈ ജീവിതം അർത്ഥവത്താകുന്നു എന്ന് തോന്നുന്നത് തന്നെ ഭഗവത് നാമങ്ങൾ ഉരുവിടുമ്പോഴാണ്. ഈ ഭഗവത് നാമങ്ങളുടെ ഉച്ചാരണം നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതുകൊണ്ട് എന്താണ് ഈ ലോകത്തിനും വിശിഷ്യ അത് ജപിക്കുന്ന ആൾക്കും സംഭവിക്കുന്നത്? ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു മഹനീയമായ സന്ദർഭത്തെയാണ് ശരിക്കും കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ കഴിഞ്ഞ പ്രഭാഷണം കേട്ടവർക്കറിയാം, ശാപഗ്രസ്തനായിരിക്കുന്ന, സാധാരണഗതിയിൽ ആരും തളർന്നു പോകുന്ന ഒരു സാഹചര്യം, തൻ്റെ ശരീരത്തിന് ക്ഷീണം സംഭവിച്ചു എന്ന് തോന്നുന്ന പരീക്ഷിത്ത് എന്ന രാജർഷി, ആ വാക്ക് തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പരീക്ഷിത്ത് മഹാരാജാവ് കലിയെ പിടിച്ച് കെട്ടിയവനാണ്, കലിയെ മര്യാദ പഠിപ്പിച്ചവനാണ്, പാണ്ഡവ പൗത്രനാണ്, മഹായോഗിക്ക് സമാനനാണ് അദ്ദേഹം. രാജ്യം ഭരിക്കുമ്പോൾ എങ്ങനെയായാലും അതിൻ്റേതായ ഗുണങ്ങൾ, അടിസ്ഥാന ഗുണങ്ങളുണ്ടാവും. അതിൽ രജോ ഗുണം, തമോ ഗുണമൊക്കെ ഉണ്ടെങ്കിലേ രാജ്യം ഭരിക്കാനൊക്കെ. അദ്ദേഹം ഐശ്വര്യവത്തായിട്ട് രാജ്യം ഭരിച്ച ആളാണ്. ധർമ്മത്തിൻ്റെ അടിത്തറ, സാത്വികമായ ധർമ്മത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ രാജ്യം ഭരിക്കുകയാണ്. ഇങ്ങനെയുള്ള രാജാവ് ക്ഷീണിതനായ ഒരു സന്ദർഭത്തെ നമ്മൾ കണ്ടു. സ്വാഭാവികമായിട്ട് ദാഹജലം ആവശ്യപ്പെടുന്നു, അത് ശരീരത്തിൻ്റെ ആവശ്യമാണ്. പക്ഷെ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് ഈ ഗുണാധിക്യത്താൽ ഒരു നിമിഷം ഈ ശരീരബോധിയാവുകയും പരബ്രഹ്മഭാവത്തിൽ ലയിച്ചിരിക്കുന്ന, ആത്മാനുഭവത്തിലിരിക്കുന്ന മഹായോഗിയുടെ കഴുത്തിലേക്ക് ഒരു ചത്ത പാമ്പിനെ എടുത്തിട്ടു. കൈ കിട്ടിയത് ചത്ത പാമ്പ്, അതുകൊണ്ട് അതിനെ എടുത്ത് ഇട്ടു. ഇതൊരു പ്രതീകാത്മകമാണ്. പരമത ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഭാഗവതത്തിലെ കഥകളെല്ലാം വളരെ സിംബോളിക്കായിട്ടുള്ളതാണ്, പരമത ഭാഷയിൽ പെടുന്ന. നമ്മുടെ സഹജമായ പരമാത്മഭാവത്തിലേക്ക് എടുത്തണിയിച്ച അജ്ഞതയുടെ പ്രതീകമാണ് ഈ സർപ്പം. ഇവിടെ പരീക്ഷിത്ത് ഞാൻ തന്നെയാണ്. ഇതിൽ എനിക്ക് ഈ ചെയ്തു പോയ അപരാധത്തിന് അതിൽ നിന്നും ഒരു മോചനം ഉണ്ടാവണം. ഏത് കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം നമ്മളെ പിടിച്ചുകൊണ്ടേയിരിക്കും, അത് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും. അത് ബാധിക്കാതിരിക്കണം. ബാധിക്കാതിരിക്കുന്നതിന് യോഗമുണ്ട്. കർമ്മയോഗ സിദ്ധാന്ത പ്രകാരം നമ്മൾ പ്രവർത്തിക്കണം. ഇവിടെ അദ്ദേഹത്തിന് മുനികുമാരൻ, ശമീക മഹർഷിയുടെ പുത്രൻ ശൃംഗി കൊടുക്കുന്ന ഒരു ഉഗ്രശാപം. സാധാരണ ഈ പ്രായത്തിലുള്ള കുമാരന്മാരൊന്നും ഇങ്ങനെ ശപിക്കാൻ പാടില്ല. പക്ഷേ അദ്ദേഹം ഉഗ്രമായ ഒരു ശാപം കൊടുത്തു. ബലാൽ, തക്ഷകൻ താൻ കടിച്ചിടും 7-ാം ദിനെ, 7-ാമത്തെ ദിവസം തക്ഷകൻ കടിച്ചിടും. ഈ വാർത്ത രാജാവിൻ്റെ കർണപുടങ്ങളിലെത്തി. അദ്ദേഹത്തിന് ഫസ്റ്റ് റെസ്പോൺസ്, ആദ്യ ആനന്ദമാണ് ഉണ്ടായത്. കാരണം ചെയ്തു പോയ അപരാധത്തിന് വിധി ഉണ്ടായിരിക്കുന്നു, ഇനി അനുഭവിക്കുക തന്നെ.
ഇങ്ങനെ ഒരു വാർത്ത കേട്ടാൽ സ്വാഭാവികമായി സാധാരണ ആൾക്കാർക്കുണ്ടാവുന്നത് ഇത് പരിഹരിക്കാൻ എന്ത് മാർഗമുണ്ട്? നമ്മൾ ദേവജ്ഞന്മാരുടെ അടുത്തൊക്കെ ചെന്ന് ചില പ്രശ്നാദികളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഇത് കേൾക്കുന്നതിന് നമ്മൾ ചോദിക്കുന്നത് ഇതിന് എന്ത് പരിഹാരമുണ്ട്? കുറച്ചൊന്ന് ആലോചിച്ചൊരു സസ്പെൻസ് നിർത്തിക്കൊണ്ടാണ് അതിന് ഒരു വഴിയുണ്ട് എന്ന് പറയുന്നത് പോലെ ഇതിന് എന്ത് വഴിയുണ്ട്? അദ്ദേഹം സ്വയം ഒരു തീരുമാനമെടുത്തു. അവിടെയാണ് പരീക്ഷത്തിനെ പോലെയുള്ള മഹാരഥന്മാരുടെ, അല്ലെങ്കിൽ അങ്ങനത്തെ മഹായോഗി എന്നൊക്കെ വിളിക്കാം, ആ രാജാവ് ഒരു കാര്യം ഉറപ്പിച്ചു. കാരണം അദ്ദേഹത്തിന് മുക്തനാവാനുള്ള എല്ലാ യോഗ്യതയുള്ള ആളാണ്. കാരണം വളരെ ഗർഭത്തിലിരിക്കുന്ന കാലത്ത് അശ്വത്ഥാമാവ് അയച്ച ബ്രഹ്മാസ്ത്രം തന്നെ കരിച്ചു കളയാതിരിക്കാൻ അവിടെ വന്നത് ഭഗവാനാണ്. ചതുർബാഹുവായ വിഷ്ണുവിനെ അവിടെ കണ്ടതാണ്. ആ വിഷ്ണുവിനെ അഥവാ കൃഷ്ണനെ അന്വേഷിച്ചാണ് ഈ പരീക്ഷത്ത് ആകുന്നത് തന്നെ. കുട്ടിക്കാലം മുതൽ ഭഗവാന്റെ രൂപം കെട്ടി ആടുക, ഭഗവാന്റെ രൂപം ഉണ്ടാക്കി ആനന്ദിക്കുക, പൂജാതി കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൽ പരമാനന്ദത്തിൽ ലയിക്കുക തുടങ്ങിയുള്ള ഉപാസനകൾ അദ്ദേഹത്തിൻ്റെ ബാല്യലീലകൾ പോലും അതായിരുന്നു. ഇങ്ങനെ പരമയോഗ്യനായ ഈ രാജാവാണ് ഇവിടെ എത്തി നിൽക്കുകയാണ്. ഒരു ശാപഗ്രസ്തൻ എന്നും വിളിക്കാം, പക്ഷേ അദ്ദേഹം സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം അനുഗ്രഹസ്ഥൻ, ഒരു അനുഗ്രഹം കിട്ടിയ ആളാണ്. അദ്ദേഹം ഒന്നുറച്ചു, ഇനി എനിക്ക് ചെയ്യാൻ ഒറ്റ കർമ്മേ ഉള്ളൂ, അത് സർവ്വതും ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കാനുള്ള മനസ്സ് ഭാഗവതം തരുന്ന, മുക്തിയുടെ ശാസ്ത്രം പറയുന്ന ഭാഗവതം ഈ ജ്ഞാന വൈരാഗ്യങ്ങളെ പറയും. ആ വൈരാഗ്യം, വിരക്തി വരിക. തൻ്റെ പുത്രനെ ഇത് എല്ലാം ഏൽപ്പിച്ചു, ജനമേജയനെ ഇതെല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പ്രായോപദേശം ചെയ്യാനായിട്ട് തീരുമാനിച്ചുറച്ച് ഗംഗയുടെ തീരത്തേക്ക് പോയതും അവിടെ ദർഭയുടെ തല കിഴക്കോട്ട് വെച്ച് അതിലിരുന്ന് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം. ആസന്ന മരണനായിരിക്കുന്ന ഒരാൾക്ക് ഇനി എന്താണ് കരണീയമായിട്ടുള്ളത്, എന്ത് ചെയ്യണം? അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടെ എടുത്തന്നേരം പറഞ്ഞിട്ടുണ്ട്. ബ്രൂഹ്യദ്വാ വിപര്യം, നമ്മളെ ബ്രൂഹ്യദ്വാ വിപര്യം, എന്ത് ചെയ്തുകൂടാ എന്നുകൂടി പറയാം. എന്തൊക്കെയാണ് ഡു ഡോൺസ്? പഥ്യം, ഒരു മരുന്ന് തന്നിട്ട് ഇന്ന പഥ്യങ്ങളുണ്ട്, ഇനി എന്ത് കഴിക്കാം, എന്ത് കഴിച്ചുകൂടാ, ഇതാണ്. അതുപോലെ എന്താണ് ചെയ്യാനുള്ളത്? ഈ ഒരു ചോദ്യം ചോദിക്കുന്ന സന്ദർഭം വരെയാണ് എത്തിയത്. ഇത് അദ്ദേഹം മഹാഋഷിമാരോടൊക്കെ ചോദിച്ചു. വ്യാസാദി മുനികളൊക്കെ ഉണ്ട്, ഇവരെല്ലാം വന്നു. അവരാരും പ്രായോപദേശം ചെയ്യുന്ന അവസ്ഥയിൽ ഒരു രാജാവിനെ കണ്ടിട്ട് തന്നെയില്ല. അവസാന നിമിഷവും രാജ്യം വികസിപ്പിക്കാൻ കൊതിക്കുന്ന രാജാക്കന്മാരുടെ ഇടയിലാണ് മഹായോഗിയെ പോലെ ഒരു രാജാവ്. അപ്പോൾ അവരെല്ലാം ഇതിന് എന്തുത്തരം കൊടുക്കും എന്ന ആശങ്കയിലാണ് അവർ. പക്ഷേ ഈ രാജാവിന് എന്തു സംഭവിക്കുന്നു എന്നറിയാനുള്ള ആകാംക്ഷയുണ്ട്. അവിടേക്കാണ് എവിടെ ഇരുന്ന് ആര് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അഭിലഷിക്കുന്നോ അവരെ തേടിയെത്തുന്നത് ഭഗവാൻ തന്നെയാണ്. ഇവിടെ ഭഗവാൻ തന്നെയാണ്. സുഖദേവൻ, സുഖബ്രഹ്മർഷി അവിടേക്ക് വന്നു. ആ വരവൊക്കെ ഇവിടെ മനോഹരമായി വർണ്ണിച്ചതാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് എനിക്ക് തന്നിരിക്കുന്ന വിഷയത്തിൽ പെടുന്നതുമല്ല. അങ്ങനെയുള്ള സുഖബ്രഹ്മർഷി വന്ന് മുൻപിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ, ആദരപൂർവ്വം ഇരുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്. മരിക്കാൻ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് നിർവഹിക്കാൻ ഉള്ളത്, എന്ത് നിർവഹിച്ചുകൂടാ? ഇതുകൊണ്ട്, കാരണം ഇത് ലോജിക് കൃതി ആയതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും ഇതിന് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് സാക്ഷാൽ ശ്രീ സുഖബ്രഹ്മർഷി പറയുകയാണ്, ആദ്യത്തെ ഈ ദ്വിതീയ സ്കന്ധത്തിനുള്ള പ്രത്യേകത ഇവിടം മുതലാണ് ഭാഗവതം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഭാഗവതം അല്ലയോ എന്ന് ചോദിച്ചാൽ ഭാഗവതത്തിൻ്റെ ആമുഖ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവിടെ മുതൽ ഭാഗവതം ആരംഭിക്കുകയാണ്. ഭഗവത്ഗീത പഠിച്ചവർക്കറിയാം, 2-ാം അധ്യായം സാംഖ്യയോഗത്തിലെ 11-ാം ശ്ലോകം മുതൽ മാത്രമേ
വ്യാഖ്യാനം തന്നെ ശങ്കരഭഗവത്പാദർ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ആരംഭം കുറിക്കുകയാണ്. നല്ലൊരു വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത്, വരീയാനേഷതേ പ്രശ്ന. വരീയാനേഷതേ പ്രശ്ന കൃതോ ലോകഹിതം നൃപ. മന്ത്രങ്ങളാണിതെല്ലാം. ആത്മവിത് സമ്മത പുംസാം ശ്രോതവ്യാദിഷു യപ്പര. ഈ ഒരു ശ്ലോകം ഭാഗവതത്തിലെ അത്യുത്തമമായ ശ്ലോകങ്ങളിൽ ഒന്നാണ്. വരീയാനേഷതേ പ്രശ്ന. ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ സംശയം അല്ലെങ്കിൽ ഈ ചോദ്യം ഇത് ശ്രേഷ്ഠതരത്തിൽപ്പെട്ടതാണ്. ഇപ്പം ശ്രേഷ്ഠമായ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നത് ഒരു ശ്രേഷ്ഠഗണത്തിൽപ്പെട്ട ആൾക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഹേ രാജൻ, ഇപ്പോൾ അങ്ങ് ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യം എന്ന് പറയുന്നത് ആത്മവിത് സമ്മത പുംസാം. ആത്മാനുഭവം നേടിയവർക്കെല്ലാം സമ്മതമാണ്. അവരെല്ലാം ഈ ചോദ്യത്തെ അങ്ങേയറ്റം ശ്ലാഘിക്കും. കാരണം ഇത് മാനവരാശിക്ക് കേൾക്കാൻ ഏറ്റവും ഹിതകരവും യോഗ്യവുമായ ഒരു കാര്യമാണ് അങ്ങ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നർത്ഥം. അനവധി ചോദ്യങ്ങൾ ആവശ്യം പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് കേൾക്കേണ്ടതും ചിന്തിക്കേണ്ടതും നിധിധ്യാസം ചെയ്യേണ്ടതുമായ പരമതരത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ പരമതത്വത്തെയാണ് അങ്ങ് ഇതിലൂടെ പറയാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് വരീയാനേഷതേ പ്രശ്ന കൃതോ ലോകഹിതം. ലോകത്തിനാകെ ക്ഷേമകരവുമാണ്. ഈ ചോദ്യത്തിലൂടെ ലോകം രക്ഷപ്പെടാൻ പോവുകയാണ്. ഇത് എങ്ങനെ ഇത്ര മഹത്തരമായി? അദ്ദേഹം പറയുകയാണ്, സുഖബ്രഹ്മർഷി പറയുകയാണ്, പൊതുവെ ശ്രോതവ്യാദീനി രാജേന്ദ്ര നൃണാം സന്ധി സഹസ്രശ അപശ്യതാം ആത്മതത്വം ഗൃഹേഷു ഗൃഹമേധിന. ഈ സാധാരണഗതിയിൽ നമ്മൾ ഗൃഹസ്ഥന്മാർക്ക് ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള സാവകാശമോ സമയമോ കിട്ടത്തില്ല. ഉള്ള സമയം തികയാതിരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് നമ്മൾ. ജന്തൂനാം നരജന്മ ദുർലഭം എന്നുണ്ട്. ജന്തുക്കളിൽ നരനായിട്ട് ജനിക്കുക എന്ന് പറയുന്നത് മഹാസുഹൃതികൾക്ക് മാത്രം കിട്ടുന്നു. അങ്ങനെ ഒരു ജന്മം കിട്ടിയിട്ടും നമുക്ക് ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇവിടെ ആ ചോദ്യം ചോദിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ ഗൃഹസ്ഥർ 5 വിധത്തിലുള്ള പാപങ്ങൾ ചെയ്യുന്നുണ്ട് മിനിമം. ഇപ്പോൾ 5ഒന്നും ആയിരിക്കത്തില്ല, 10,000 ചിലപ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്ത പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. മിനിമം ഹിംസ 5 കുറയാതെ ഇവർ ചെയ്തുകൊണ്ടേയിരിക്കും. എന്ന് മാത്രമല്ല, നമ്മളാകെ കൂടെ ഒരു പ്രമാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഈ സത്യത്തെ തിരിച്ചറിയാനാവാത്ത ഒരു സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വേറെ കേൾക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സത്യവസ്തുവിനെക്കുറിച്ചുള്ള അന്വേഷണമോ അതേക്കുറിച്ചുള്ള പരാമർശങ്ങളോ അല്ല പ്രാധാന്യം. അസത്യവസ്തുക്കളെ തേടുക, അസത്യവസ്തുക്കളെക്കുറിച്ച് അറിയുക. ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഗൃഹസ്ഥന്മാരേറെയും ചെയ്തു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ വക കാര്യങ്ങളാണ്. അതുകൊണ്ട് അവർക്കൊട്ടും സമയം കിട്ടുന്നില്ല ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്. പിന്നെ 1000 ചോദ്യങ്ങളൊക്കെ വേറെ ചോദിക്കാനും കേൾക്കാനും ഒക്കെ അവർക്ക് ഉണ്ടാവും എന്നും അദ്ദേഹം പറയുകയാണ്. ഹരിസ്മരണ എന്നൊന്നു മാത്രമാണ് ഈ സംസാര ഭയത്തെ ഒഴിവാക്കാൻ ഉള്ള സിദ്ധ ഔഷധമായിട്ടുള്ളത് എന്ന് സുഖബ്രഹ്മർഷി പറയുന്നു. തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഹരിരീശ്വര ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യച്ഛേച്ഛതാ ഭയം. ഈ ഭയത്തെ ഒഴിവാക്കാനായിട്ട്, ഭയം എന്നത് അജ്ഞാനത്തിൻ്റേതായ ഒരു പ്രകടഭാവമാണ്. അജ്ഞാനം എത്ര അളവിലുണ്ടോ അത്രയും ഭയം ഉണ്ടാവും. ഇയാളൊരു ആകെ ഒരു ഭയക്കാരനാണ്, ഒരു പേടിത്തൊണ്ടനാണെന്ന് പറഞ്ഞാൽ അയാളിൽ അജ്ഞാനത്തിൻ്റെ അളവ് ഗണ്യമായിട്ടുണ്ട്. അയാൾക്ക് അങ്ങനെ ഭയമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് ഏറെക്കുറെ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പാരമാർത്ഥിക സത്യം ഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഭയം എന്നൊരു വികാരം ഉണ്ടാവത്തേയില്ല. ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവിന് ഭയമുണ്ടായോ? ഇല്ല.
അദ്ദേഹത്തിന് ഭയം ഉണ്ടായില്ല. മരണഭയം എന്ന് നമുക്ക് തോന്നുന്നെങ്കിലും അദ്ദേഹത്തിന് മരണഭയമില്ല. വാസ്തവത്തിൽ മരണഭയം മാത്രം ദുഃഖകാരണമായിട്ട് വരുന്നു. മരണഭയം ദുഃഖകാരണമാണ്, മരണം ദുഃഖകരമല്ല. ഇതാണ് അതിൻ്റെ സത്യം. മരണം ഒരിക്കലും ദുഃഖകരമല്ല, പക്ഷെ മരണഭയം ദുഃഖത്തിന് കാരണമാവുന്നു. ഇവിടെ അദ്ദേഹത്തിന് ദുഃഖമൊന്നും അതിൽ നിന്നുണ്ടായില്ല. പകരം ഇതൊരു അവസരമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഏതാവാൻ സാഖ്യയോഗാഭ്യാം, ഇതും ഒന്നാം കിട ശ്ലോകങ്ങളിൽ ഒന്നാണ്. ഏതാവാൻ സാഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയ ജന്മലാഭ പരപുംസാം അന്തേ നാരായണസ്മൃതി. അന്തേ നാരായണസ്മൃതി. ഈ ജന്മലാഭം, ഈ ജന്മത്തിൻ്റെ ലാഭനഷ്ട കണക്ക് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ ഇത് ലാഭകരമാവണം എന്നുണ്ടെങ്കിൽ അന്തകാലത്ത് നാരായണ സ്മൃതി ഉണ്ടായിരിക്കണം. സ്വധർമ്മ പരിനിഷ്ഠയ എന്ന് അതിനു മുമ്പ് പറയുന്നു. അതിനു മുമ്പ് ഏതാവാൻ സാഖ്യയോഗാഭ്യാം, ധ്യാനയോഗത്തിലൂടെ കർമ്മയോഗങ്ങളുടെ ഏത് യോഗങ്ങളിലൂടെ കടന്നു വന്ന ആൾക്കും ജന്മലാഭം ആവണമെങ്കിൽ അയാൾക്ക് അന്തേ നാരായണ സ്മൃതി ഉണ്ടായിരിക്കണം. ഇങ്ങനെ നാരായണ സ്മൃതി അന്ത്യകാലത്ത് കിട്ടിയാൽ മതി എന്നുണ്ടായിരുന്നെങ്കിൽ അലാറം വയ്ക്കുന്ന പോലെ മരിക്കാറാവുന്ന ആളിൻ്റെ അടുത്ത് ചെറുതായിട്ട് ഇത് വെച്ചിരുന്നിട്ട് ആ മരിക്കാറാകുമ്പോൾ ടക്ക് ഒരു അടി അടിച്ചാൽ നാരായണ സ്മൃതി കേട്ടു, ശരി. ഇതല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് നമ്മൾ അബദ്ധമായിട്ട് ഒരുപാട് പേര് വ്യാഖ്യാനിക്കാറുണ്ട്. അജാമിളൻ്റെ കഥ പറയുമ്പോഴേ ഇതേപോലെ അവസാനം നാരായണ എന്ന് ഇളയ മോനെ വിളിച്ചോടുകൂടി രക്ഷപ്പെട്ടില്ല. അടുത്ത അവസരം കൊടുക്കുക ചെയ്ത്. പൂർവ്വ സംസ്കാരം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് ഈ അവസാന സമയത്ത് നാരായണ എന്ന് പുത്രനെ വിളിച്ചെങ്കിലും ആ പേരിൻ്റെ മഹത്വം കൊണ്ട്, മന്ത്രത്തിൻ്റെ മഹത്വം കൊണ്ട് അവിടെ വിഷ്ണു പാർഷദന്മാരെത്തുകയും അദ്ദേഹത്തിന് ഒരു ഫർദർ ചാൻസ് കൊടുത്തു, മേഴ്സി ചാൻസ്. കുറച്ചുകൂടെ ഹരിദ്വാറിലേക്ക് പോയി അവിടെ നിന്ന് അദ്ദേഹം ആത്മസാക്ഷാത്കാരം നേടുക ചെയ്തത്. പലപ്പോഴും ഈ കഥ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അവസാനം നാരായണൻ എന്ന് വിളിച്ചതാണ്. സപ്താഹത്തിന് എല്ലാ ദിവസവും വന്നില്ല, അവസാനത്തെ ദിവസം വന്നാലും മതി. ഇങ്ങനെയൊക്കെ കുറേ ന്യായവാദങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പൊതുവേ നമ്മൾ അലസരാണ്. അപ്പോൾ പിന്നെ ഇങ്ങനൊന്ന് കേട്ടാൽ പിന്നെ അന്ന് പോയാൽ. അതുകൊണ്ട് അന്തേ നാരായണ സ്മൃതി എന്ന് പറഞ്ഞത് അവസാനം നാരായണനെ സ്മരിക്കണം. നാരമെന്ന വാക്ക് തന്നെ ജ്ഞാനം എന്നാണ്. അതിൽ ശയിക്കുന്നവൻ, ജ്ഞാനസ്വരൂപൻ. ഇത് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ ഇൻസ്റ്റൻറ്റ് നാരായണം വരത്തില്ല, അവിടെ സ്മൃതി വരത്തില്ല. ഇത് ദീർഘകാലത്തെ ഒരു സംസ്കാരത്തിൻ്റെ നീക്കിയിരിപ്പാണ്. ഓരോ ശ്വാസഗതിയിലും നാരായണ മന്ത്രത്തെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അവസാനത്തെ ശ്വാസത്തിലും നാരായണനെ സ്മരിക്കാം. ഈ നാരായണ സ്മൃതി ഉണ്ടാവണം. ആ മാത്രയിൽ മുക്തിദായകമാണ് ഇത്. ഈ നാരായണ മന്ത്രം സ്മരണ മാത്രയിൽ മുക്തിദായകമാണ്. ഇത് എങ്ങനെ നേടിയെടുക്കാം? ഈ ഇതര യോഗമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ അവസാന കാലം തീർച്ചയായിട്ടും ജ്ഞാനയോഗത്തിൽ പ്രവേശിക്കണം. ആ ജ്ഞാനയോഗം തരുന്ന സംസ്കൃതിയാണ് നമുക്ക് ഈ നാരായണ എന്നത് മനസ്സിലാവുക. അയം ആത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയാൻ ചതുർമഹാവാക്യങ്ങൾ തരുന്ന ആ കാതലായ സത്യത്തെ നമുക്ക് അനുഭവവേദ്യമാക്കണം. ഇതാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിങ്ങനെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം അത് പറയാനുള്ളത് ശരിക്കും ഭാഗവതത്തിൻ്റെ ലക്ഷ്യമെല്ലാം ഇവിടെ സുഖബ്രഹ്മർഷി പറഞ്ഞു വെച്ചു കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വിധി നിഷേധങ്ങൾ, ഈ വേദ സമ്പ്രദായങ്ങളോ അല്ലെങ്കിൽ അത്തരം അനുഷ്ഠാനങ്ങളോ ഇതൊക്കെ വെടിഞ്ഞവരാണ് ഋഷിമാർ. ഋഷിമാരിപ്പോൾ രാവിലെ കുളിച്ചോ എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. അവർ കുളിച്ചാലും കുളിച്ചില്ലേലും ഒരുപോലെ.
അവധൂത ഭാവത്തിൽ അലിയുന്ന ഋഷിമാർ അനവധിയാണ്. അപ്പോൾ വിധി നിഷേധങ്ങളെയൊക്കെ വെടിഞ്ഞ മുനിമാർ പോലും ഈ ഹരിനാമം എന്നതിൽ രമിക്കുകയാണ്, അതിലങ്ങ് ആസക്തരാവും. ഇത്തരം മുനിമാർ പോലും ഹരിനാമം എന്ന് കേട്ടുകഴിഞ്ഞാൽ അതിൽ ആമഗ്നരാവുക ചെയ്യും. അത്രയേറെ വശീകരണമാണിത്. അതാണ് നമ്മെ ഉത്തമ സ്ഥാനങ്ങളിലേക്ക്, ലക്ഷ്യങ്ങളിലേക്ക് നയിക്കാനുള്ള പ്രാപ്തി ഉണ്ടാകുന്നത് ഈ നാമജപമാണ്. അവർ പോലും ഇതിൽ ഭ്രമിക്കുന്നു. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം അധീതവാൻ ദ്വാപരാദൗ പിതൃദ്വൈപായനാദഹം. എൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്ന് ആദ്യം ഈ പിതാവ് ഭാഗവതം എഴുതിയെന്നൊക്കെ കേട്ടിട്ടൊന്നും സുഖബ്രഹ്മർഷി അത്ര അങ്ങോട്ട് അതിനോടൊരു ആസക്തിയൊന്നും കാണിച്ചിരുന്നില്ല. പിന്നീടാണ് അദ്ദേഹം അറിയുന്നത് ഈ കേട്ടത് അച്ഛൻ എഴുതിയ ഭാഗവതത്തിലേതാണോ എന്നറിഞ്ഞ് തിരികെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഭാഗവത യഥാവിധി അഭ്യസിക്കുന്നു. ഇതിൻ്റെ അതിമധുരം, എവിടെ തൊട്ടാലും മധുരതരമായ ഈ മുക്തിയുടെ ശാസ്ത്രത്തെ മനസ്സിലാക്കുന്ന സുഖബ്രഹ്മർഷി അതിൽ ആമഗ്നാവുകയാണ്. ഇത് പ്രചരിപ്പിക്കുക, ഇത് പാടുക എന്ന് പറയുന്നതാണ് എൻ്റെ യോഗ്യത, എനിക്കതാണ് നിർവഹിക്കാനുള്ളത്. ആ മധുരത്തെ നുണയാൻ അദ്ദേഹത്തിന് ആവേശമാണ്. അതാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഇത് ലൗകികന്മാർക്ക് ലൗകിക തലത്തിലുള്ള ഐശ്വര്യങ്ങളെല്ലാം പ്രദാനം ചെയ്യും, അല്ലാതെ അത് ഉപേക്ഷിക്കപ്പെടും അല്ലെങ്കിൽ അത് വേണ്ടാന്ന് പറയും, അതൊന്നുമില്ല. ലൗകികന്മാർക്ക് അത് കിട്ടും. ഭക്തി വേണ്ടവർക്ക് ഭക്തിയുടെ ഉദാത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകും. ആ അൺകണ്ടീഷണൽ ലവ്, നിരുപാധികമായ സ്നേഹത്തിൻ്റെ പ്രവാഹം വന്നുകൊണ്ടേയിരിക്കും. പിന്നെയോ ജ്ഞാനം, അത് അൾട്ടിമേറ്റായിട്ട് നമുക്ക് തരുന്ന, ആത്യന്തികമായി തരുന്നത് പാരമാർത്ഥികമായ ജ്ഞാനത്തെയാണ്. ഏതൊന്നറിഞ്ഞാലാണോ ഇനി ഒന്നും അറിയണ്ട എന്ന അവസ്ഥ വരുന്നത്, അതുവരെ ഇത് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നു. ഭാഗവതത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും നമ്മളെല്ലാവരും ഭഗവാനായി മാറുന്നു. ഇതാണ് ഇത് തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പിന്നീട് സ്വാഭാവികമായിട്ട് തോന്നാവുന്ന ഒരു ചോദ്യം, ഇത്ര ബൃഹത്തായ ഈ ഭാഗവതം പഠിച്ച് മുക്തനാവാനുള്ള ഒരു സമയം പരീക്ഷത്തിനുണ്ടോ? പരീക്ഷത്തിന് ഇനി 7 ദിവസമേ ഉള്ളൂ. മഹാഭാഗ്യവാൻ, 7 ദിവസം ഉണ്ടെന്ന് അറിയാം. നമ്മുടെ കഥയോ 7 വിനാഴികയോ നാഴികയോ മിനിറ്റോ സെക്കൻഡോ ഉണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാ. ഇന്ന് നിപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന കലിയുഗത്തിലാണ് നമ്മൾ വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ? അദ്ദേഹത്തിന് 7 നാളുണ്ട്. അവിടെ കൃത്യമായി ശിവബ്രഹ്മർഷി പറയുന്നു, ഇതിനധികം സമയമൊന്നും വേണ്ട. ഇതിന് മുഹൂർത്ത സമയം കൊണ്ട് മുക്തനായ വ്യക്തിയുണ്ട് ചരിത്രത്തിൽ എന്ന് പറഞ്ഞ് അദ്ദേഹം കഡ്വാങ്കൻ എന്ന രാജർഷിയുടെ കഥ പറയുകയാണ്. കഡ്വാങ്കൻ സൂര്യവംശജാതനാണ്. അദ്ദേഹം ദേവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയ ആളാണ്. ദേവന്മാരെ സഹായം അഭ്യർത്ഥിച്ച് ദേവന്മാർ വരുന്നു. അവിടെ അദ്ദേഹം ചെല്ലുന്നു, യുദ്ധം ചെയ്ത് ദേവന്മാരെ ജയിപ്പിക്കുന്നു. അനന്തരം ദേവന്മാർക്ക് ഈ എപ്പോഴും വരം കൊടുത്ത് തൃപ്തരാകുകയാണല്ലോ പതിവ്. അപ്പോൾ അദ്ദേഹം വരം എന്ത് വേണം എന്ന് ചോദിച്ചു. അപ്പോഴദ്ദേഹം പറഞ്ഞു, വരം എനിക്ക് വേണ്ടത് എനിക്കിനി എത്ര സമയം ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അവർ പെട്ടെന്ന് പറഞ്ഞു, 1 മുഹൂർത്തം, 2 നാഴിക 48 മിനിറ്റ്, ഇതേ ഉള്ളൂ. അതിവേഗം സൂപ്പർസോണിക് ഒരു സാധനം തരാൻ പറഞ്ഞു. എന്നെ അതിവേഗം ഭൂമിയിൽ എത്തിക്കണം, അല്ല അവിടുന്ന് പോകാനല്ല, ഭൂമിയിലെത്തണം. ഭൂമിയിലെത്തി അദ്ദേഹം ന്യായവ്യവസ്ഥിതി അനുസരിച്ച് സർവ്വതും വെടിഞ്ഞു, സർവസംഘ പരിത്യാഗിയായി, സർവ്വതും ഉപേക്ഷിച്ചു, സർവ്വതും പുത്രന്മാർക്കും ഒക്കെ കൊടുത്ത് അദ്ദേഹം ഏകവസ്ത്രധാരനായിട്ട് ആ 1 മുഹൂർത്തം കൊണ്ട് തന്നെ ഈ ലക്ഷ്യത്തെ പ്രാപിച്ചു. അദ്ദേഹം മുക്തനായി. ഇതാണ്. ഇതിന് ദീർഘമായൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഇങ്ങനെ ചരിത്രത്തിൽ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്. പിങ്കള 1 രാത്രി കൊണ്ടാണ് അവൾ മുക്തയായത്. ഇതുകൊണ്ട് നമ്മളും ഇനി അധിക സമയം വേണ്ട അങ്ങനെ വിചാരിച്ചു കളയരുത്. അവർക്കൊക്കെ അടിസ്ഥാനമായ ചില യോഗ്യതകൾ ആൾറെഡി ഉള്ളവരായതുകൊണ്ട് മുക്തരാവാൻ അവർക്ക് അചിരേണ സാധിച്ചു.
ഇതാ അങ്ങ് പുണ്യശാലിയാണ്, അങ്ങയ്ക്ക് ശരിക്കും സപ്താഹം 7 ദിവസം ബാക്കിയുണ്ട്, അതുകൊണ്ട് അങ്ങയ്ക്ക് വിസ്തരിച്ച് ഭാഗവതം ശ്രവിക്കാനുള്ള സമയം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നു. അന്തകാലേതു പുരുഷ ആഗതേ ഗതസാത്വസ ചിന്ത്യാദസംഗശസ്ത്രേണ സ്പൃഹാം ദേഹേനി യേചനം. അതായത് ഈ നമ്മുടെ ജീവിതത്തിന് ഓരോ യേചനം, ഓരോ അവസ്ഥകളുണ്ട്. അതിൽ നമുക്ക് ഇതൊക്കെ ഉപേക്ഷിക്കേണ്ട ഒരു പ്രായം വരും. അതിനെ നമ്മൾ ഓരോ ആശ്രമങ്ങളായിട്ട് പറയുന്നുണ്ട്, ചതുരാശ്രമങ്ങൾ പറയും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് ഉപേക്ഷിച്ച് ഈശ്വരനെ തേടുന്നതായ ഒരു സാഹചര്യം. കാരണം ഗൃഹസ്ഥന്മാർക്ക് പലവിധ പ്രാരാബ്ധങ്ങളുള്ളവരാണ്. അവരവരുടെ സമയത്തിൽ ഗണ്യമായ സമയങ്ങൾ രാത്രിയിൽ ഉറങ്ങാതിരിക്കാൻ ഒക്കത്തില്ല, രാത്രി ഉറങ്ങും. ഗൃഹസ്ഥന്മാരാണ്, ഭാര്യയോടൊത്തും മക്കളോടൊത്തും അനവധി സമയം ചെലവഴിക്കും. പകൽ സമയം മുഴുവൻ അവരെ പുലർത്താനും അവരുടെ മക്കൾക്കൂടെ വേണ്ടുന്നത്. ഒരു 5-6 തലമുറയ്ക്ക് കഴിയാനുള്ളത് ശേഖരിക്കാൻ പറ്റുമോ എന്ന രൂപത്തിൽ 4 കൈ കിട്ടിയാൽ കൊള്ളാം എന്ന രൂപത്തിൽ പ്രവൃത്തി എടുത്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത്ര സമയമൊന്നും കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ട്. പക്ഷേ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഭാഗവതം തരുന്ന ഒരു സന്ദേശം, അവർക്കും ആവോളം സമയമുണ്ട്. അവർക്ക് എത്ര സമയം വേണം ഭാഗവതത്തെ അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് അറിയാൻ? അത് അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇത് ഭഗവാനായി സമർപ്പിക്കുന്നു എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ അവർ മഹായോഗികൾക്ക് തുല്യരാണ്. അതുകൊണ്ട് നമ്മൾ ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ വാസ്തവത്തിൽ ഈ ഭാഗവതം പറഞ്ഞു വച്ചിരിക്കുന്നത്. നമ്മളൊട്ടും ആശങ്കാകുലരാവണ്ട. നമുക്ക് നമ്മെ തന്നെ ഈ നാമസങ്കീർത്തനം കൊണ്ട് അന്ധക്കരണ ശുദ്ധി കൈവന്ന് ഈ ബ്രഹ്മാനുഭവത്തിലേക്ക് യോഗിമാർ പോകുന്ന അതേ മാർഗത്തിൽ പോകാനുള്ള അവസ്ഥ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ഉപേക്ഷിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഉപേക്ഷിക്കണം. നമ്മൾ അടുത്ത തലമുറയിലേക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗൃഹത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ നമുക്ക് ഗൃഹത്തിലെ പല കാര്യത്തിലും ഇടപെടാനും പ്രാരാബ്ദങ്ങളെ ഷെയർ ചെയ്യാനും ഒക്കെ തുടങ്ങും. അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് നേരിടും. അത് വരാതിരിക്കാൻ നമുക്ക് ശരിയായ നമ്മുടെ വാർദ്ധക്യത്തെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസരത്തെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഗൃഹത്തെ കൂടെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു പദ്ധതി. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടവാങ്ങണം എന്നല്ല, ഗൃഹത്തിലെ പ്രാരാബ്ദങ്ങളിൽ നിന്നൊന്ന് വിട്ട് മാറണം. അവിടെ തന്നെ ഇരിക്കാം, കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ അങ്ങ് ഇരിക്കാം. കാരണം ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. കാരണം ഞാൻ പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ ഭഗവാനിലേക്ക് തിരിഞ്ഞു നിൽക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഭഗവാൻ മാത്രമേ ലക്ഷ്യത്തിലുള്ളൂ. ഇവിടെ ഇനി എന്ത് സംഭവിച്ചാലും വാസ്തവത്തിൽ എന്നെ ബാധിക്കുന്നതേ ഇല്ല എന്ന ഒരു നിസ്സംഗ അവസ്ഥ നേടിയെടുത്തുകൊണ്ടാണ് ഞാൻ ഈ അന്ധകാലത്ത് ജീവിക്കേണ്ടത്. അപ്പോൾ അന്ധകാലേതു പുരുഷ ആഗതേ ഗതസാത്വസ ചിന്ത്യാത് അസംഗശസ്ത്രേണ. ഞാൻ ഈ വിരക്തിയാകുന്ന ആയുധം കൊണ്ട് എന്തു വേണം? സ്പൃഹാം ദേഹേനു യേ ചതം. ഈ ശസ്ത്രം കൊണ്ട് എൻ്റെ ഈ ബന്ധങ്ങൾ, എന്നെ ഇവിടെ തടങ്കിലാക്കിയിരിക്കുന്ന ഭാര്യാപുത്രാദി ബന്ധങ്ങളെയൊക്കെ, അത്തരം സ്നേഹപാശങ്ങളെയെല്ലാം അത് പിടിച്ചു കെട്ടിയിട്ടിരിക്കുക. അതിനെയെല്ലാം ഞാൻ വിരക്തിയാകുന്ന ആയുധം കൊണ്ട് ചിന്ത്യാത് അസംഗശസ്ത്രേണ, അതുകൊണ്ട് വെട്ടിക്കളയണം, മുറിച്ച് കളയണം. അങ്ങനെ ഞാൻ സ്വതന്ത്രനാവും. ഈ സ്വതന്ത്രനായിട്ട് അവിടെ തന്നെ ഇരുന്നാൽ ഈ പറഞ്ഞ മാനസികാവസ്ഥയിൽ ഇരിക്കണം. അല്ലെങ്കിൽ ഗൃഹത്തിലിരിക്കുന്നത് ആസക്തി ഉണ്ടാവാൻ ഇനിയും സാധ്യതയുള്ളതായതുകൊണ്ട് വേണമെങ്കിൽ ഗൃഹത്തിൽ നിന്ന് മാറി ഒരു സ്ഥലത്ത് പോയി ഇരിക്കണം. വീട് വിട്ടു പോകണമെന്നല്ല, അവിടെ നിന്ന് മാറി ഒരു ആശ്രമാന്തരീക്ഷമാവാം, ഒരു ക്ഷേത്രാന്തരീക്ഷമാവാം, സജ്ജന സംഗമത്തിൽ സത്സംഗത്തിലാവാം. അവിടെ ചെന്നിരുന്നിട്ട് തത് ചിന്തനം, തത് കഥനമന്യോന്യം, തത് പ്രബോധനം, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതേക്കുറിച്ച് പറയുക.
അതേക്കുറിച്ച് ചർച്ച ചെയ്യുക. എന്താണ് അത്? അത് ഏകമായത്, എല്ലാവരിലും ഉള്ളത്, സർവ്വതും. അങ്ങനെയുള്ള ആ ഈശ്വരനെക്കുറിച്ച് ചർച്ച ചെയ്ത് ചിന്തിച്ച് അതായി ഭവിക്കുക ചെയ്യുന്നത്, അതായി മാറണം. അതിനു വേണ്ടിയിട്ട് ആ വിരക്തൻ ധാരണ എന്നൊരവസ്ഥയിലേക്ക് പോകണം. ഇത് ശരിക്കും അഷ്ടാംഗ യോഗമാണ് ഭാഗവതം ഇവിടെ പറയുന്നത്. അതിൽ യമനിയമാദികളുണ്ട്. ആദ്യം ആ യമനിയമാദികളാണ് നമ്മളിപ്പോൾ ഈ ഗൃഹം വിട്ട് വരുന്നിടം വരെ ഉണ്ടായത്. നമ്മളൊരു മാർഗത്തിൽ കൃത്യമായി രാവിലെ കുളിച്ചു, അങ്ങനെ ഭജനകളൊക്കെ നടത്തി ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻഡ് വേ, വളരെ കൃത്യതയോടുകൂടി ചെയ്യും. യമനിയമങ്ങൾ ശീലിച്ച്, യമനിയമം, ആസനം, പ്രാണായാമം. ആസനം എന്ന് പറയുന്നത് ഒരു സുഖാസനം. ഭാഗവതം ഒരിക്കലും യോഗമുറകളിലെ കാർക്കശ്യ സ്വഭാവം കാണിക്കാറേയില്ല. സുഖാസനത്തിൽ ഇവിടെ ഇപ്പോൾ നാരായണീയം ജപിച്ചപ്പോൾ പ്രായമുള്ള ഒരമ്മ കാല് നീട്ടിയിരിക്കും, വേറൊരാൾ പത്മാസനത്തിലിരിക്കും. അത് പെർമിറ്റഡാണ്, അങ്ങനെ ഇരിക്കാം. നമുക്കിപ്പോൾ ഇവിടെ കുഷ്യനില്ലെങ്കിലും കുഴപ്പമില്ല, താഴെ ഇരിക്കാം. കസേര ഉണ്ടായാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. അത് സുഖകരമായിരിക്കണം. എന്നെ ഈ ശരീരം ശല്യപ്പെടുത്തരുത്. ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പ്രക്രിയയിൽ ഈ ശരീരം എനിക്ക് ഭാരമാവാൻ പാടില്ല. അല്ലെ ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ കഴുത്ത് വേദന എടുക്കുന്നു. കഴുത്ത് വേദന എടുക്കുന്നത് ഇങ്ങനെ ഇരുന്നോ, ഒരു കുഴപ്പമില്ല. അതിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ നട്ടല് വേദന എടുക്കുന്നു, പിന്നെ കിടന്നാലും കുഴപ്പമില്ല. ഒരു സുഖാസനത്തിലിരിക്കണമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇനി എനിക്ക് നേരെ മുട്ടിന് വേദന ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, അതില്ല. കസേരയിലിരുന്നാലും മതി. ഇപ്പോൾ നമ്മൾ കസേരയിലായിരിക്കുന്നത്. പണ്ട് കാലത്ത് കസേര ഇടത്തില്ല, ശബ്ദമൊക്കെ നിലത്തിരിക്കണം. അപ്പോൾ പ്രായമായൊരു വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അതല്ല, ഇപ്പോൾ നമ്മൾ കസേരയായി. അപ്പോൾ ഇതുപോലെ ഒരു സുഖാസനത്തിലിരുന്ന് എന്തു ചെയ്യണം? നമ്മൾ വിധിപ്രകാരം എന്നിട്ട് ഒരു പ്രക്രിയ ആരംഭിക്കുകയാണ്. ഓങ്കാര ജപം, പ്രാണായാമം, യമം, നിയമം, ആസനം, പ്രാണായാമം. അപ്പോൾ പ്രാണായാമം നിർവഹിക്കുമ്പോൾ നമ്മുടെ പ്രാണൻ ഇൻ ഓർഡർ, പ്രാണൻ അതിൻ്റെ നിയതമായ താളത്തിൽ ചലിച്ചു തുടങ്ങും. ഈ പ്രാണനിൽ നിന്ന് തന്നെ ഒരു ഞെടുപ്പിലുണ്ടായതാണ് ഈ മനസ്സ്. അപ്പോൾ പ്രാണൻ ഇങ്ങനെ നേരെയായാൽ ഈ മനസ്സും നേരെ നിൽക്കും. ഇല്ലെങ്കിൽ മനസ്സിങ്ങനെ ഓടും. മനസ്സ് ഓടി ഓടി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ കുരങ്ങാണ് മനസ്സ്, മദ്യപിച്ച കുരങ്ങാണ് മനസ്സ്. മദ്യപിച്ച കുരങ്ങിൻ്റെ വാലിൽ തേള് കുത്തിയാലത്തെ അവസ്ഥയാണ് മനസ്സിന്. ഇത്ര അപകടം പിടിച്ച മനസ്സെന്ത് വരും? ഈ പ്രാണൻ നേരെയാവുന്ന സമയത്ത് ദീപം ചലിക്കാതെ നിന്നാൽ നിഴൽ ചലിക്കാതെ നിൽക്കുന്ന പോലെ, ദീപം ഇളകിയാൽ നിഴലിളകും. അതുപോലെ മനസ്സും സ്റ്റഡിയായി നിൽക്കും. അപ്പോൾ ഇതിന് സാക്ഷിയായിട്ട് ബുദ്ധി നിൽപ്പുണ്ട്. ആ ബുദ്ധി, അപ്പം ഇത് ശരിക്കും ഉപനിഷത്ത് ആത്മാനം രഥനം വിത്തി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥ്യം വിത്തി മനഃപ്രഗ്രഹമേവച. ഈ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ മനസ്സാകുന്ന കടിഞ്ഞാൺ കൊണ്ട് ബുദ്ധിയാകുന്ന സാരഥി ലക്ഷ്യസ്ഥാനത്തെ കൊണ്ടുപോകാനായിട്ട് നിയന്ത്രിച്ച് നിർത്തും. അതേ പ്രക്രിയ ഇവിടെ നടക്കും. അങ്ങനെ പ്രാണായാമത്തെ തുടർന്ന് പ്രത്യാഹാരം എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് പോവും. അവിടെയാണ് മനസ്സടങ്ങിക്കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കിട്ടുന്ന വിവരങ്ങൾ മുഴുവൻ മനസ്സിനെ കൊണ്ടുവന്ന് അവിടെ കൊടുക്കും. മനസ്സതനുസരിച്ച് സങ്കല്പ വികല്പങ്ങൾ കൊണ്ട് ഇളകാൻ തുടങ്ങും. ഇന്ദ്രിയങ്ങൾ അങ്ങ് അടങ്ങിക്കഴിഞ്ഞാൽ, ഡിറ്റാച്ച് ചെയ്താൽ പിന്നീട് മനസ്സിന് അനക്കമില്ല. അപ്പോൾ മനസ്സ് ഇവിടെ സ്വസ്ഥമായപ്പോൾ ഇന്ദ്രിയങ്ങളുടെ കട അടച്ചു. ഇന്ദ്രിയങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. അതാണ് പ്രത്യാഹാരം. ആമ എപ്രകാരമാണോ തൻ്റെ കൈകാലുകളെയും തലയും ഓട്ടിക്കുള്ളിലേക്ക് വലിക്കുന്നത്, അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളെല്ലാം ഉള്ളിലേക്ക് വലിക്കും. ആ പ്രത്യാഹാരം ചെയ്തു കഴിഞ്ഞ ഈ വ്യക്തി, സാധാരണ ഗൃഹസ്ഥൻ്റെ കാര്യം പറയുക, ഇതിൽ പല അധ്യായങ്ങളിലായിട്ട് ഇത് വരുന്നുണ്ട്. ഇതിൽ തന്നെ വീണ്ടും വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ അങ്ങ് സമയക്കുറവായതുകൊണ്ട് വിസ്തരിച്ച് പറയുകയാണ്. ഇത് ധാരണ എന്ന അവസ്ഥയിലേക്ക് വരും. ധാരണ നമ്മൾ സാധാരണ നമ്മുടെ വർത്തമാനത്തിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ധാരണ. എനിക്കൊരു ധാരണയില്ല എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് അറിയില്ല. എനിക്ക് നല്ല ധാരണയാണ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് 100% അറിയാം. ഇവിടെ ധാരണ, ഇവിടെ എൻ്റെ ധാരണ, മനസ്സ്, ബുദ്ധി,
പ്രാണൻ, അതായത് ശരീരം ഉൾപ്പെടെ മനോബുദ്ധി അഹങ്കാരങ്ങൾ ഏകീകൃതമായി ഒന്നിനകത്തേക്ക് കേന്ദ്രീകൃതമാവുക, ഫോക്കസ് ചെയ്യുക ഒന്നിനകത്തേക്ക്, വേറെ അങ്ങോട്ടും ചിതറിപ്പോകാതെ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഒന്നിലേക്ക് കേന്ദ്രീകൃതമാവും. അതിന് എനിക്കൊരു ഉപാധിയുടെ ആവശ്യമുണ്ട്. സാധാരണ ഭക്തന്മാർക്ക് ഉപാധിയുടെ ആവശ്യമുണ്ട്. ആ ഒരു ഉപാധിക്ക് ഞാൻ ദേവസങ്കല്പങ്ങളെ എടുക്കും. ഞാൻ ദേവൻ്റെ രൂപത്തെ കാണാൻ തുടങ്ങും. ദേവനെ പാദാദികേശം കേശാദിപാദം, നാരായണീയത്തിലൊക്കെ നമുക്ക് അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോപനി, ഇതൊക്കെ നമ്മൾ ചൊല്ലുന്ന എന്തിനാ? ആ രൂപത്തെ അങ്ങനെ വർണ്ണിച്ച് അതെൻ്റെ മനസ്സും ബുദ്ധിയും ഈ പ്രാണനും അതിലേക്ക് ഫോക്കസ്ഡ് ആവും, അതിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. ഇത് ഭഗവാന്റെ ഓരോ അവയവങ്ങളിലൂടെ സഞ്ചരിച്ച് 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 ഞാൻ അവിടെയൊക്കെ എത്തി അതിൽ ആനന്ദത്തെ നുകരാൻ തുടങ്ങും. ഒരു വണ്ട് എപ്രകാരമാണോ ഒരു പൂവിൽ നിന്ന് തേൻ കുടിച്ച് മത്തനാവുന്നത്, അതുപോലെ ഈ ഭഗവത് സ്വരൂപത്തിലേക്ക് ഞാൻ എൻ്റെ മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ, എൻ്റെ ബുദ്ധിയെ, എൻ്റെ പ്രാണനെ കൊണ്ടുവന്ന് സമർപ്പിച്ച് അതിൽ നിന്നും ഞാൻ ഒരു ലഹരി നുണയുകയാണ്, അല്ലെങ്കിൽ അതായിട്ട് ഭവിക്കാൻ തുടങ്ങും. ഈ ധാരണ ഉറയ്ക്കുന്നത് വരെ ഞാൻ നിരന്തരമായി ഓരോ അവയവങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അതിൽ നിന്നും ഞാൻ ക്രമേണ ഒരു സാധകനായി മാറുകയാണ്. എനിക്ക് ധാരണ ശക്തമാവും. എവിടെയാണോ ധാരണ നിരന്തരമായി അനങ്ങാതെ അങ്ങനെ തന്നെ നിൽക്കുന്നത്, അത് ധ്യാനത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടും. അപ്പോൾ ധ്യാനത്തിൽ മറ്റെല്ലാം പോയി ധ്യാനിക്കുന്ന ആളും ധ്യാനം ചെയ്യപ്പെടുന്ന ആരെക്കുറിച്ചാണോ ആ ധ്യേയവസ്തുവും ധ്യാനവും. ഇതിനെ ത്രിപുടി എന്നാണ് പറയുന്നത്. ആ മൂന്നായി നിൽക്കുന്നത് ധ്യാനത്തിൻ്റെ നിരന്തരമായ സാധനയാൽ ഈ ധ്യാനം കുറേ കഴിയുമ്പോൾ പരിസരബോധം നഷ്ടപ്പെട്ട എനിക്ക് കാലം തന്നെ ഇല്ലാതാവും. ഈ ധ്യാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ സമാധി എന്ന അവസ്ഥയിൽ ഞാൻ എത്തും. ആ സമാധിസ്ഥനാവുമ്പോൾ ഞാൻ എൻ്റെ ജീവാത്മാവിനെ പരമാത്മഭാവത്തിലുള്ള ഏകവസ്തുവിലേക്ക് ലയിപ്പിച്ച് ഒന്നാവും. അങ്ങനെ ജീവാത്മ പരമാത്മ സംയോഗം ഈ സമാധിയിൽ സംഭവിക്കും. ഇത് പരമാനന്ദം അഥവാ സച്ചിദാനന്ദം എന്ന ഒറ്റ വാക്കുകൊണ്ട് മാത്രമേ നമുക്ക് പ്രകടിപ്പിക്കാനാവുന്നുള്ളൂ. അത് തന്നെ യഥാർത്ഥത്തിൽ ശരിയല്ല. കാരണം ഈ ആനന്ദം അനുഭവിച്ചതാര്? ഇവിടെ രണ്ട് വസ്തുവില്ല, ഒറ്റ വസ്തുവേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സഹജമായ ഭാവം, എൻ്റെ സ്വരൂപം, അത് ഈ ആനന്ദമാണ്, ഈ പരമാനന്ദമാണ്. ഈ പരമാനന്ദ ലബ്ധിയാണ് നമുക്ക് വേണ്ടുന്നത്. അത് ഒരിക്കൽ ശീലിച്ചാൽ അവിടം കൊണ്ട് പൂർണ്ണമായി എന്ന് കരുതണ്ട. ചിലപ്പോൾ ഈ ഗുണങ്ങളൊക്കെ വീണ്ടും വരും. കാരണം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട്. അപ്പോൾ വീണ്ടും ഈ മുകളിൽ നിന്ന് താഴോട്ട് വലിക്കാൻ നോക്കിയാൽ വീണ്ടും നമ്മൾ ഈ ധാരണയെ കുറച്ചുകൂടി ബലപ്പെടുത്തി മുകളിലോട്ട് കൊണ്ടുവരണം. ഇങ്ങനെ ഈ മനസ്സ് ക്രമേണ കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട്. മനസ്സിന് എപ്പോഴും ഒരു ആശ്രയം വേണം. മുല്ലവള്ളി പടരുന്ന പോലെ ഏതെങ്കിലും ഒന്നിനകത്ത് ചുറ്റണം ഇതിന്. അവിടെ ഈ മനസ്സിന് ഒരു ആശ്രയം കിട്ടും. അത് സുഖരൂപമായ ഈ ആനന്ദത്തെ അത് ആശ്രയിക്കും. അങ്ങനെ മനസ്സിനെ സിദ്ധിക്കുകയും പിന്നീട് മനസ്സ് തന്നെ ഇല്ല, അത് വിട്ടുപോയില്ല. അങ്ങനെ അജരേണ യോഗാവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. ഇത് പറഞ്ഞു. ഇത് അഷ്ടാംഗ യോഗം പതഞ്ജലി പറഞ്ഞിട്ടുള്ള ശാസ്ത്രപ്രകാരവും ഇതിങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ രാജാവ് നമുക്ക് വേണ്ടി ചോദിക്കുക. അദ്ദേഹത്തിന് മനസ്സിലാവാത്തത് കൊണ്ടല്ല, അദ്ദേഹം ചോദിച്ചു, ഈ ധാരണയെ ഏത് വിധം, ഏത് ആശ്രയത്തിലാണ് നമ്മൾ ധരിക്കേണ്ടത് എന്നാണ്
ചോദിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇത് ധരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ശുഖബ്രഹ്മർഷി ഞാൻ ഈ പറഞ്ഞ ആസനം, പ്രാണായാമം, പ്രത്യാഹാരം ഈ ക്രമത്തിൽ പറഞ്ഞു കൊടുത്തിട്ട് ഇവയൊക്കെ ജയിക്കണം, അതായത് ഈ മേഖലയൊക്കെ കടന്നു പോകണം. എന്നിട്ട് ഈ ഭഗവാന്റെ പ്രപഞ്ച ആകാരമായ സ്ഥൂല രൂപം, പ്രപഞ്ച ആകാരം നമുക്കറിയാലോ, പ്രപഞ്ചം നമുക്ക് ഭാവന ചെയ്യാവുന്നതിനപ്പുറമാണ് പ്രപഞ്ചം, വിശ്വപ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചാകാരമായ സ്ഥൂല രൂപത്തിൽ, ആ സ്ഥൂല രൂപത്തിനെ വിരാട് എന്നാണ് പറയുന്നത്. നമ്മൾ സ്വരാട് വിരാട് ഈ പദങ്ങൾ ഭാഗവതത്തിൽ ആദ്യം മുതൽ ജന്മാദ്യസ്യതോന്നയാതിരഥ പിഞ്ഞ സ്വരാട് പറഞ്ഞു. അത് വിരാട് സ്വരൂപത്തിൽ നമ്മൾ കാണാൻ പോവുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ വികസിച്ച് അതും കടന്നു നിൽക്കുന്ന വിരാട് സ്വരൂപം. ആ സ്ഥൂല രൂപത്തിൽ നമ്മൾ നേരത്തെ ഭഗവാന്റെ ഒരു കേശാദി പാദവർണ്ണനയിലൂടെ ഭഗവാന്റെ രൂപത്തെ കണ്ടു. ആ രൂപത്തിനെ നമുക്ക് പരിമിതമായ ഒരു വസ്തുവായിട്ടാണ് കണ്ടത്. അതൊരു സൂക്ഷ്മ രൂപമാണ്. ചതുർബാഹുവായ വിഷ്ണുവിനെ കണ്ടു. അതിൻ്റെ സ്ഥൂലാവസ്ഥയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഈ ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ വിഷയം തന്നെ ഈ വിരാട് സ്വരൂപ വർണ്ണനയാണ്. ഇത് വർണ്ണിച്ചാൽ ഒരു അവസാനവും ഇല്ലാത്തതാണ്. അതുകൊണ്ട് അത് വർണ്ണിക്കാതെ എങ്ങനെ കഴിച്ചു കൂട്ടാമെന്നുള്ളൊരു ചിന്തയിലിരിക്കുകയാണ്. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരിക. കാരണം അത് വിരാട് സ്വരൂപം ഈ വിശ്വം എന്ന് പറയുന്ന സർവ്വതും ഉൾക്കൊള്ളുന്നതാണ്. ഇതൊരു ഇൻഫിനിറ്റിയാണ്. ഇതിന് അപരിമിതമാണിത്. ശരിക്കും ഇതിൻ്റെ പരിമിതി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ ബുദ്ധിയോടുകൂടി ഈ മനസ്സിനെ, ഇപ്പം ഈ പദങ്ങളിലൊക്കെ ബുദ്ധിക്കുമൊക്കെ ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. വസ്തുബോധം ഉൾക്കൊണ്ട ബുദ്ധിയാണ് നമുക്കുണ്ടാവേണ്ടത്. അപ്പോൾ ഈ ബുദ്ധി, മനസ്സ്, ബുദ്ധി ഇപ്പം ചേർന്നിട്ട് ഈ കാര്യസ്വരൂപമായിട്ട് ഉണ്ടായിട്ട് ഇതുവരെ ഇപ്പം കാര്യവും കാരണമായി നിൽക്കുന്നത് ഭഗവാൻ, അതിൻ്റെ കാര്യമായി കാണുന്നത് ഈ പ്രപഞ്ചം, കാര്യകാരണ ബന്ധം, കോസ് ആൻഡ് എഫക്റ്റ്. അപ്പം ഇവിടെ കാര്യസ്വരൂപമായിട്ട് ഇതുവരെ ഉണ്ടായതും ഇനി ഉണ്ടാവാൻ പോകുന്നതും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും, ഇത് നമ്മൾ സഹസ്രനാമം ജപിക്കുമ്പോഴൊക്കെ ചൊല്ലുന്നതാണ്. നാളിതുവരെ ഉണ്ടായതും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇനി ഉണ്ടാവാനിരിക്കുന്നതും ആയ ഈ ലോകം യഥാർത്ഥത്തിൽ ഏതൊരു ഭഗവാനാകുന്ന അധിഷ്ഠാനത്തിലാണ്. അപ്പം അതിലാണിത് കാണുന്നത്. ഒരു ചുവരിൽ വരച്ചു വച്ചിരിക്കുന്ന ചിത്രം പോലെയാണ് ഈ പ്രപഞ്ചം. അവിടുത്തെ ചുവരാണ് അശുദ്ധ അഖണ്ഡബോധം എന്ന് പറയുന്ന ബ്രഹ്മം. അതാണിതിന് അധിഷ്ഠാനം. സ്ഥൂലങ്ങളിൽ വെച്ച് ഏറ്റവും സ്ഥൂലമായത് മഹിതോ മഹിയാൻ, അണുവിനായും അണുവായത് അണിയാൻ, മഹിതോ മഹിയാൻ, മഹത്വത്തിലും മഹത്തായത്. സ്ഥൂലങ്ങളിൽ വെച്ച് ഏറ്റവും സ്ഥൂലമായിരിക്കുന്ന ഭഗവാന്റെ ഈ സ്വരൂപം തന്നെ നമ്മൾ ഈ കാണപ്പെടുന്ന സർവവും, ഈ വിശ്വപ്രപഞ്ചത്തിൽ കാണുന്ന നമ്മുടെ ഈ മാംസ ചക്ഷുസ്സുകൊണ്ട് കാണാവുന്നത് എന്തൊക്കെയുണ്ടോ, കാണാവതെല്ലാം നാരായണ പ്രതിമ എന്നൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട്. ഇതുപോലെ സർവ്വതും ഈ കാണുന്നതെല്ലാം ആ വിരാട് പുരുഷൻ്റെ അവയവങ്ങളാണ്. അതിലാണ് ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ നാമരൂപങ്ങളിൽ ഇതിനുണ്ട്. അതിൽ ഇതെല്ലാം സൃഷ്ടിച്ചത് ആരാണ് എന്നുള്ള ചോദ്യമൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് ഭാഗവതത്തിൽ. ആ സൃഷ്ടിയുടെ അതിസാങ്കേതികമായ ചില പദ്ധതികളൊക്കെ അവിടെ ആവിഷ്കരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വളരെ വേഗം ഈ വിരാട് പുരുഷനെ പറഞ്ഞു പോകേണ്ടതായിട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞിടത്തോളം നിങ്ങൾക്ക് ഈ വിരാട് സ്വരൂപത്തെ ഒന്ന് ഭാവന ചെയ്യാൻ പറ്റും. ഈ വിശ്വപ്രപഞ്ചം തന്നെ എവിടെ തിരിഞ്ഞു നോക്കിയാലും കാണുന്നതെല്ലാം ഭഗവത് സ്വരൂപം. ഇതാണ് വിരാട് പുരുഷൻ. പഞ്ചഭൂതം, അഹങ്കാരം, മഹത്തത്വം തുടങ്ങി
തുടങ്ങിയുകൊണ്ട് ഒരു 7 ആവരണങ്ങളുള്ള ഒരു അണ്ഡകോശത്തെക്കുറിച്ച് പറയും. ഒരു അണ്ഡകോശത്തിൻ്റെ രൂപം, അതിന് 7 ആവരണങ്ങളുണ്ട്. അതിൽ നമ്മുടെ പഞ്ചഭൂതങ്ങളുണ്ട്, അഹങ്കാരമുണ്ട്, മഹത്തത്വമുണ്ട്. എന്നാൽ ലോകരൂപമായി ഈ ശരീരത്തിൽ വിളങ്ങുന്ന, ഇങ്ങനെ ഒരു ശരീരത്തിൽ വിളങ്ങുന്ന പുരുഷന് വൈരാജൻ എന്നാണ് പേര്. വൈരാജൻ എന്ന പേര്. ഈ കോശത്തിന് ജീവനുണ്ട്. ആ ജീവനെ ക്ഷേത്രജ്ഞൻ എന്നുകൂടി പറയും. ആ ക്ഷേത്രജ്ഞനെ അനുഭവിക്കാൻ യോഗ്യമായിട്ട് ഒരു സ്വരൂപമായിട്ടാണ് വിരാട് സ്വരൂപം നിൽക്കുന്നത്. ഈ പുരുഷൻ വൈരാജൻ എന്ന ഈ ഭഗവാനെയാണ് നമുക്ക് ഇവിടെ പറയേണ്ടിയിരിക്കുന്നത്. വിരാട് ദേഹം, വിരാട് പുരുഷൻ്റെ ദേഹം, അതിലെ ജീവൻ, അതിൽ അന്തര്യാമി, ഇങ്ങനെ 3ഉം വെവ്വേറെയായി നമുക്ക് തോന്നുമെങ്കിലും അത് ഒന്ന് തന്നെ എന്ന ഭാവനയിൽ ഉപാസിക്കണമെന്നുള്ള ഒരു അഭിപ്രായമാണ് ശരിക്കും ഇതിൽ പറയുന്നത്. ഈ ലോകം ഈശ്വര അവയവങ്ങളാണെന്ന് അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. 2 ഇല്ല, 3 ഇല്ല, ഒന്നേ ഉള്ളൂ. അതുതന്നെയാണ് ഇത് പലതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ ഈ 14 ലോകങ്ങൾ ഉൾപ്പെടെയുള്ള ഈ സ്വരാട് പുരുഷൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ്. അവിടെ ചില ഭാഗങ്ങൾ എല്ലാം ഒന്നും പറയാൻ നമുക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ പാദത്തിൻ്റെ അടിഭാഗം, കീഴ്ഭാഗത്തെ പാതാളം എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ ഉപ്പൂറ്റിയും പുറവടിവും രസാതലം, കണങ്കാൽ നിര്യാണി എന്നൊക്കെ പറയുന്നത് മഹാതലം, മുട്ട് ഇവയ്ക്കിടയ്ക്കുള്ള സ്ഥലം തലാതലം, മുട്ടുകൾ സുതലം, തുടകൾ വിതലം, അതലം എന്ന് പറഞ്ഞ ലോകങ്ങൾ, അരക്കെട്ടാണ് ഭൂതലം. ഇത് ഭൂതലം വരെ ഉള്ളത്, ഭൂതലം വരെ ആകുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ഭൂമിക്ക് അടിയിലാണ്. എന്നിട്ട് പൊക്കിൾ സഭാതലം, നഭസ്ഥലം, മാറിടം സ്വർഗം, കഴുത്ത് മഹർലോകം, നെറ്റി തപോലോകം, ശിരസ് സത്യലോകം, കൈകൾ ഇന്ദ്രാദികൾ, ചെവികൾ ദിക്കുകൾ, ശ്രവണേന്ദ്രിയം ശബ്ദം, നാസിക അശ്വിനി ദേവതകൾ, ഘ്രാണേന്ദ്രിയം ഗന്ധം, വായ അഗ്നി, കണ്ണ് അന്തരീക്ഷം, നയനേന്ദ്രിയം സൂര്യൻ, ശിരസ് വേദം, ദംഷ്ട്ര യമൻ, പല്ല് സ്നേഹകലകൾ, പുഞ്ചിരി മായ, ഭഗവാന്റെ പുഞ്ചിരിയെ തന്നെ മായ എന്ന് നമ്മൾ വിശേഷിപ്പിക്കും, കടാക്ഷം വിക്ഷേപം സൃഷ്ടി, മേൽച്ചുണ്ട് ലജ്ജ, കീഴ്ച്ചുണ്ട് ലോഭം, മാറിടം ധർമ്മം, മുതുക അധർമ്മം, ജനേന്ദ്രിയം പ്രജാപതി, വൃഷ്ണങ്ങൾ മിത്രവർണന്മാർ, വയർ സമുദ്രം, എല്ലുകൾ പർവ്വതങ്ങൾ, നാഡികൾ നദികൾ, രോമങ്ങൾ വൃക്ഷങ്ങൾ. അപ്പോൾ വൃക്ഷത്തെയൊക്കെ കണ്ടാൽ ഭഗവാന്റെ രോമങ്ങളാണ് എന്നുള്ളൊരു പൂജാസങ്കല്പം തന്നെ നമുക്ക് മനസ്സിലുണ്ടാവണം. പ്രാണൻ വായു, ഈ ചലനം നടപ്പ് കാലം, പ്രവൃത്തി ഗുണപ്രവാഹം, തലമുടി മേഘങ്ങൾ. പലപ്പോഴും ഭഗവാന്റെ മുടിയെ മേഘത്തോടെ വർണ്ണിക്കാറുമുണ്ട്. മേഘങ്ങൾ, വസ്ത്രം സന്ധ്യ, മനസ്സ് ചന്ദ്രൻ. ചന്ദ്രൻ എപ്പോഴും മനസ്സുമായിട്ട് തന്നെയാണ്, ശാസ്ത്രങ്ങളിൽ പോലും അങ്ങനെയാണ് ചന്ദ്രൻ. ബുദ്ധി മഹത്തത്വം, അഹങ്കാരം രുദ്രൻ, നഖങ്ങൾ മൃഗങ്ങളാണ്, കുതിര, കോവർ കഴുത, ഒട്ടകം തുടങ്ങിയവ, ആന തുടങ്ങിയവ. പൃഷ്ഠഭാഗം മൃഗങ്ങൾ, പക്ഷികൾ ഭഗവാന്റെ ശില്പ നൈപുണ്യമാണ്. വീര്യം അസുര സൈന്യമാണ്. സപ്തസ്വരങ്ങൾ വിദ്യാധരന്മാരാണ്. മുഖം ബ്രാഹ്മണൻ, കൈ ക്ഷത്രിയൻ, ഊരു വൈശ്യൻ, പാദം ശൂദ്രൻ തുടങ്ങി. ഇതിൽ പറയാത്ത ഒന്നുമില്ല. ഇത് നമ്മളവിടെ നിർത്തി എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഇനി എത്ര അതിസൂക്ഷ്മ തലങ്ങളെപ്പോലും ഇതിൽ കാണാം, സ്ഥൂലമായതും കാണാം. സർവ്വതിനും സ്ഥൂലമായ വിരാട് പുരുഷനെ ഇത് മുഴുവനായിട്ട് നമുക്ക് കാണാൻ കഴിയും. സൂക്ഷ്മത്തേക്കാൾ സ്ഥൂലത്തിന് ധാരണയിലെത്താൻ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ വിരാട് സ്വരൂപ വർണ്ണന ഇവിടെ നടത്തിയത്. സ്ഥൂലത്തിനാണ് കുറേ കൂടി നമുക്ക് വേഗം മനസ്സിലാക്കാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഈ ധാരണയെ ഉറപ്പിക്കാനായിട്ട് സഹായിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഭാഗവതത്തിൻ്റെ അവസാന ഭാഗങ്ങളിലെത്തുമ്പോഴേക്ക്
ഉദ്ധവരോട് ഭഗവാൻ പറയുന്നുണ്ട്, ഇനി കൂടുതൽ ശാസ്ത്രമൊന്നും പഠിക്കണമെന്നില്ല, കാണുന്നതിനെ എല്ലാം വീണ് നമസ്കരിച്ചേക്കുക. നായയും നായിറച്ചി തിന്നുന്നവനെയും ഒക്കെ നമസ്കരിക്കണം. അവിടെ വിവേചനമൊന്നും വേണ്ട. സർവചരാചരങ്ങളെയും കണ്ട് നമസ്കരിച്ചാളും പറഞ്ഞു. വിദര്യാശ്രമത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഭഗവാൻ അവസാനം പറഞ്ഞു കൊടുക്കുന്ന ഇതാണ്. നമുക്കും അതേ ഉള്ളൂ. സകലരിലും സർവാധാരഭൂതമായ ചൈതന്യം ഏക ചൈതന്യമാണ്. അത് ഭഗവാനാണ്. എൻ്റെ ശത്രു എന്നെ തല്ലാൻ വരുന്ന ആളെ കണ്ടാൽ അത് നരസിംഹമൂർത്തിയാണെന്ന് വിചാരിച്ചോണം. ആൾ എന്നെ കൊല്ലാൻ വന്നാൽ അത് ശരി, നരസിംഹമൂർത്തി, നരസിംഹായ നമ, അങ്ങ് പൂജിച്ചുകൊണ്ടാൽ മതി. ഇതുപോലെ സമസ്തവും ഈശ്വരനാണ് എന്ന് നമുക്ക് ധാരണയിലെത്താൻ വേണ്ടിയിട്ടാണ് ഈ വിരാട് സ്വരൂപ വർണ്ണന ഇവിടെ കൃത്യമായി വളരെ വികസിപ്പിച്ച് തന്നെ ഭാഗവതം ഈ വിശേഷിച്ചും നമ്മുടെ ദ്വിതീയ സ്കന്ധത്തിൽ വളരെ കാര്യമായി തന്നെ വളരെ നീണ്ട ഒരു ഭാഗമായിട്ട് ഇത് പറഞ്ഞു വച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും എടുത്ത് വായിക്കും എന്നെനിക്ക് അറിയാം. അപ്പം ഇതിൽ ഒരു കാര്യമുണ്ട്, ബുദ്ധി കൊണ്ട് നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട്, നമ്മൾ ബുദ്ധി കൊണ്ട് എന്തൊക്കെയാണോ അനുഭവിക്കുന്നത് അതെല്ലാം ബ്രഹ്മം. പലത് നമ്മൾ ബുദ്ധി കൊണ്ടാണ് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. എപ്രകാരമാണോ സ്വപ്നത്തിൽ കിടന്നുറങ്ങുന്ന ഒരു വ്യക്തി എത്ര പേരെ കാണുന്നു? ഞാൻ സ്വപ്നത്തിൽ കണ്ട ഏതെങ്കിലും വ്യക്തി അവിടെ വന്നോ? ഇല്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ അത് പലതായി, ആ ഏക വ്യക്തി പലതായി കണ്ടു. ഞാൻ തന്നെ എന്നെ കൊല്ലാൻ വന്നവനെയും ഞാൻ സൃഷ്ടിച്ച് കണ്ടതാണ്. എൻ്റെ മനസ്സിലെ എൻ്റെ ഭാവനയാണ്, അത് അന്യവസ്തുവല്ല. ഇതുപോലെ സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് പലതായി കാണുന്ന അതെല്ലാം സ്വപ്ന ദർശനമാണ്. മനസ്സിനെ ഒരു കാര്യത്തിൽ നമ്മൾ ഉറപ്പിക്കുകയാണ്, ഈ വിരാട് സ്വരൂപ ആരാധനയിലൂടെ, ഉപാസനയിലൂടെ നമ്മൾ ഏത് വസ്തുവിനെ കണ്ടാലും വിരാട് സ്വരൂപത്തിൽ ഇല്ലാത്ത ഒന്നും ഇവിടെ ഇല്ല, അതെല്ലാം ബ്രഹ്മമാണ്. ഇതാണ് സമദർശനം, സമഭാവന എന്ന് പറയുന്നത്. ഇവിടെ സമം എന്ന വാക്കിന് ഈക്വൽ എന്നൊരർത്ഥത്തിൽ പറയും ആൾക്കാർ. ഇവിടെ നമ്മൾ സമം എന്നത് ബ്രഹ്മം എന്നർത്ഥമാണ്. അപ്പോൾ സമഭാവന, ബ്രഹ്മഭാവന, സമദർശനം, സർവ്വതിലും ബ്രഹ്മത്തെ കാണുന്നു. അപ്പോൾ ഭാഗവതം തരുന്ന ഒരു സന്ദേശം ഈ സമദർശനമാണ്. എല്ലാവരിലും ഒരേ ഒരു ചൈതന്യം. അപ്പോൾ അങ്ങനെ ബുദ്ധിയാൽ അനുഭവപ്പെടുന്ന എല്ലാം ബോധസ്വരൂപനായ ഈശ്വരൻ തന്നെയാണ്. മറ്റൊന്ന് ഉണ്ട് എന്ന് എപ്പോഴെങ്കിലും തോന്നുന്നു എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഞാൻ അജ്ഞാനത്തിലേക്ക് വീണു തുടങ്ങി എന്ന്. രണ്ടൊന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ വിധം ഉണ്ടാവതല്ല മമ. ഈ രണ്ട് എന്നൊരു ഭാവം എനിക്ക് തോന്നിയാൽ എൻ്റെ അജ്ഞതയാണ്. അതുകൊണ്ട് ഈ ഭഗവാൻ അല്ലാതെ മറ്റൊന്നിനോട് സംഘമുണ്ടായാൽ, അങ്ങനെ ആയാൽ ആത്മപതനമാണ് ഉണ്ടാകുന്നത് എന്ന് ഭാഗവതം നമ്മളോട് പറയുന്നു. സർവതീ വൃത്യനുഭൂത സർവ ആത്മാ യഥാ സ്വപ്ന ജനേക്ഷിതൈക സ്തം സത്യം ആനന്ദനിധിം ഭജേത നന്യത്ര സജ്ജേദ്യത ആത്മബാധ. അതുകൊണ്ട് ഈശ്വരനെ ഉപാസിക്കണം. നിർഗുണത്തിൽ മനസ്സിനെ നിർത്തുവാൻ പ്രയാസമാകിയാൽ നമ്മൾ ഏതിലൊക്കെ മനസ്സ് ചലിക്കുന്നോ, എവിടൊക്കെ മനസ്സ് പോകുന്നോ അതൊക്കെ ഈശ്വരൻ്റെ അവയവമാണ് എന്ന് ബോധ്യപ്പെടുന്നു. അതിൽ ഉറച്ചാൽ നമ്മളുടെ എല്ലാ ദോഷങ്ങളും നശിക്കുന്നു. അന്തർശുദ്ധി, അന്ധകരണ ശുദ്ധി അത് ഉണ്ടാവും. അതിനാണ് ഈ ധാരണയെ ധാരണയെ നമ്മൾ അനുഷ്ഠിക്കാൻ ഇവിടെ ഭഗവാൻ പറഞ്ഞു വെച്ചിരിക്കും. ഭഗവാൻ ശുഖബ്രഹ്മർഷി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ ആദ്യ അധ്യായത്തിലെ ഏറ്റവും വലിയ പ്രകടനം, നമ്മുടെ വിരാട് സ്വരൂപ വർണ്ണന ഇവിടെ പൂർത്തിയാവുന്നു. അടുത്ത 2 അധ്യായങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി വരുന്നതാണ്. അതിൽ ഇതിൻ്റെ ദ്വിതീയ സ്കന്ധത്തിലെ 2-ാം അധ്യായത്തിൽ അത് തുടങ്ങുമ്പോൾ തന്നെ
അത് രണ്ട് തരം മുക്തിയെക്കുറിച്ച് പറയാനാണ് മുഖ്യമായിട്ടും ഉപയോഗിക്കുന്നത്. അതിൽ ഒന്ന് സദ്യോമുക്തി, ഒന്ന് ക്രമമുക്തി. ഈ രണ്ട് മുക്തി എപ്രകാരമാണ് നേടിയെടുക്കേണ്ടത് എന്ന് ഭാഗവതം നമ്മളോട് വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇവിടെ ആദ്യ ശ്ലോകത്തിൽ തന്നെ ഈ ധാരണയുടെ, കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ ധാരണയുടെ മഹത്വത്തെ എടുത്തു പറയുകയാണ്. ബ്രഹ്മാവ് ഒരു കൽപ്പം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും, ഒരു പ്രളയമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും അവതരിച്ചു. ആ പത്മത്തിൽ വീണ്ടും നാൻമുഖൻ വന്നു. അപ്പോൾ തനിക്ക് ഈ പഴയ ജന്മത്തിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയെല്ലാം അങ്ങ് മറന്നുപോയി. അസ്വാഭാവികം, മറക്കണമല്ലോ, നമ്മളും മറന്നിട്ടുണ്ടല്ലോ. അത് ഭഗവാൻ നേരത്തെ തന്നെ തപ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൽ ഈ സൃഷ്ടിക്കുള്ള സാങ്കേതികത്വം മുഴുവൻ പറഞ്ഞു കൊടുത്തത്. ഇവിടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ ജ്ഞാനത്തെ ധാരണയാൽ നേടിയെടുക്കുക. ധാരണ എന്ന നമ്മൾ ഇതുവരെ പറഞ്ഞ, വളരെയേറെ സമയമെടുത്ത് നമ്മൾ പറഞ്ഞ ധാരണ എന്ന പ്രക്രിയയിലൂടെ ഇവിടെ ബ്രഹ്മാവ് തന്നെ അത് ധാരണ കൊണ്ട് വീണ്ടും അദ്ദേഹം യോഗ്യനായി. അദ്ദേഹം സൃഷ്ടികർമ്മം എങ്ങനെ നിർവഹിക്കണമെന്ന് പഠിച്ച് എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ രണ്ടാമത്തെ ശ്ലോകമൊക്കെ ആകുമ്പോഴേക്കും ഈ വേദത്തിൻ്റെ വേദം ചില ഓഫറുകളൊക്കെ നമുക്ക് തരാറുണ്ട്. ഇന്നതൊക്കെ ചെയ്താൽ ഇന്ന ഫലങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ പറയും. അത് കിട്ടായികയൊന്നുമില്ല, കിട്ടും. നമ്മൾ തന്നെ പല പ്രവൃത്തികൾ ചെയ്യും. ഏത് പ്രവൃത്തി ചെയ്താലും അതിന് ഫലമുണ്ട്. ഒരു ആക്ഷൻ ഉണ്ടോ അതിന് റിസൾട്ടുണ്ട്. അതുകൊണ്ട് വേദം നൽകുന്ന ഈ ഉദ്ദിഷ്ട ഫലസിദ്ധിയെക്കുറിച്ച് അത് നമ്മളോട് പറയും. ഇതിൽ കുടുങ്ങി കിടന്നാൽ നമ്മൾ മായയ്ക്ക് അധീനരായിരിക്കും. നമ്മുടെ ഭൗതിക തലത്തിലുള്ള ചില നേട്ടങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു ആരാധനയിൽ പെട്ടുപോകും. ലക്ഷ്യം മുക്തി അഥവാ മോക്ഷമാണ് എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. അത് മറക്കാൻ പാകത്തിലായിരിക്കും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ശാശ്വതമായ ആനന്ദം സിദ്ധിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിലൂടെ മാത്രമാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പിന്നീട് ഇതിൽ ഈ അമിതഭോഗം പാടില്ല, മാകൃത കസ്യസിദ്ധനം, ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്ന അമിതഭോഗം പാടില്ല. നമുക്ക് ജീവിക്കാൻ എന്താണോ മിനിമം വേണ്ടുന്നത് അതൊക്കെ സ്വാഭാവികമായി തന്നെ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് വല്ലവരുടെയും മാകൃത, ഡു നോട്ട് ഗ്രാബ്, ആരുടെയും കവർന്നെടുക്കണ്ട, ഇവിടെ തന്നെ അത് ഉണ്ട് എന്ന് കൃത്യമായി ഈ പ്രകൃതി വിഭവങ്ങളെ യഥാവിധി നമ്മൾ ഉപയോഗിക്കണം. അത്യാവശ്യമുള്ള പദാർത്ഥങ്ങൾക്ക് വലിയ പ്രയത്നം കൂടാതെ തന്നെ കിട്ടും. ഇത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു പോയ ഒരു ഭാഗം കൂടിയാണ്. ചിലർ പറയും ഈ ഭാഗവതം പറയുന്ന ആളുകൾ മടിയന്മാരായിട്ടിരിക്കാനാണ്. അങ്ങനെയല്ല, ഏറ്റവും ഉന്നതമായ ഒരു കർമ്മം അനുഷ്ഠിക്കാൻ യോഗ്യരാക്കി മാറ്റുന്ന പ്രക്രിയയിൽ ഇതിനു വേണ്ടി സമയം കളയണ്ട എന്നാണ് പറയുന്നത്. ഈ പ്രായേണ അത്ര കാര്യമില്ലാത്ത ഒന്നിനു വേണ്ടി സമയം കളയരുത്. നിനക്ക് ശ്രേഷ്ഠതയാർന്ന ഒന്നാണ് ചെയ്യാനുള്ളത്. നിൻ്റെ ലക്ഷ്യം തന്നെ മഹത്തരമാണ്. അതെന്നിരിക്കെ ഈ ജഡവസ്തുക്കളെ തിരക്കി നടക്കരുത്. ജഡവസ്തുക്കൾക്കുള്ള ഒരു ദോഷം, ജഡമാണെങ്കിലും അത് സുഖം തരും എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുക. അപ്പം സമാഹരിക്കാൻ തുടങ്ങും. സമാഹരിച്ചാൽ ഇത് എപ്പോഴെങ്കിലും അവസാനിക്കുക. ശിവനെ മർത്യന് തൃഷ്ണ തീരലുണ്ടോ? മർത്യന് തൃഷ്ണയ്ക്കുമല്ല, അവസാനമുണ്ട്. അത് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ അമിതഭോഗവാഞ്ച വേണ്ട എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. കിടക്കാൻ എന്തിനാണ് നമ്മൾ ഈ മെത്ത തിരക്കി നടക്കുന്നത്? ഇതാണ് ഒരു ചോദ്യം. ഈ ഭൂമിയില്ലേ, അവിടെ കിടന്നുകൂടെ? അങ്ങനെ കിടക്കുന്നില്ലയോ? വേണ്ടി വന്നാൽ കോടീശ്വരന്മാർക്ക് വരെ വലിയ പ്രകൃതി ദുരന്തം വന്നപ്പോൾ എവിടെയും കിടക്കും, അങ്ങനെ കടന്നു പോവും. അപ്പോൾ ഉറക്കവും വരും. തലേണ വേണ്ട, ഇപ്പോൾ 2-3 തലേണ വേണമെന്ന് തോന്നുന്നവർക്കും തലേണ വേണ്ട. ഈ കൈ ഉണ്ടെങ്കിൽ ഈ കൈ പോരെ എന്നാണ് ചോദിക്കുന്നത്. ഇനി ഭിക്ഷ യാചിക്കാനായിട്ടൊരു നല്ല പാത്രം വേണമെന്ന് പോലും ഇല്ല. കൈ രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ഭിക്ഷാപാത്രമാകുമല്ലോ. ഇത് തരുന്ന സന്ദേശം വളരെ വലുതാണ്. കാരണം നിനക്ക് അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അത് നിർവഹിക്കാനുള്ള എല്ലാ ഉപാധികളും നിന്നിൽ തന്നെയുണ്ട്. പുറമേ നിന്ന് തേടേണ്ടതില്ല. നിന്നിൽ തന്നെ യു ആർ ഫുള്ളി എക്യുപ്ഡ്. നിനക്ക് നിൻ്റെ ഉത്തമ ലക്ഷ്യം സാധിക്കുന്നതിനുള്ള സർവ്വതും നിന്നിൽ തന്നെ ഉണ്ട്. പുറമേ നിന്ന് ഇരന്നു വാങ്ങേണ്ടതായിട്ടില്ല. അതുകൊണ്ട് ഭാഗം തന്നെ പറയുന്നു, ഇതെല്ലാം ഉണ്ടായിട്ട് ഇയാൾ
ഈ ധനികൻ്റെ മുമ്പിൽ ചെന്ന് ഓച്ചാനിച്ച് നിൽക്കുക. ഈ ധനികനുള്ള അത്രയും സാധനം ഇയാളുടെ കയ്യിലുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? വഴിയിൽ കിടക്കുന്ന കീറത്തുണികൾ എടുത്ത് തുന്നിത്തയ്ച്ചാൽ വസ്ത്രമാക്കാം. ഇതൊക്കെ പറയുമ്പോൾ തോന്നും എല്ലാവരെയും ഭിക്ഷാടകരാക്കാൻ വേണ്ടി. അതല്ല, ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പരമത ഭാഷയാണ്. നമ്മൾ മിനിമം നമ്മുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാവുന്നതിനുള്ള സർവ്വ വിഭവങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. മരവിരി കൊണ്ട് വസ്ത്രം, അതുപോലെ വൃക്ഷങ്ങൾ തരുന്ന പഴം കഴിക്കാം, ആഹാരം അത് ആഹാരമായിട്ട് ഉപയോഗിക്കാം, നദിയിലെ വെള്ളം ഇഷ്ടംപോലെ, ഇപ്പോഴും നദിയിലെ വെള്ളം തന്നെ കുടിക്കുന്നത്, ഗുഹകളിൽ രാത്രി കഴിക്കാം. ഗുഹയൊന്നും അടച്ചു പോയിട്ടില്ലല്ലോ എന്നാണ്. ഗുഹകളിൽ രാത്രി കഴിയാം. ഇങ്ങനെ സർവോപരി ഭഗവാൻ ഭക്തരെ ഉപേക്ഷിക്കുന്നില്ലല്ലോ എന്നും ഇത് പറയുന്നുണ്ട്. ഏതായാലും ഈ പരമാത്മ ഭജനം നിർവഹിക്കാൻ വേണ്ടുന്ന എല്ലാം നമ്മുടെ കൈവശമുണ്ട്. അങ്ങനൊരു ഭജനം വന്നു കഴിഞ്ഞാൽ അവിദ്യാനാശനവും അതിലൂടെ പിന്നീടുള്ള പ്രവേശം ആത്മാനുഭൂതിയിലേക്കാണെന്നും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ മരണം അടുത്തിരിക്കേണ്ടവൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി അദ്ദേഹം ഉറപ്പിച്ച് അവിടെ പറയുന്നു. സർവേശ്വരനിൽ പരമ പ്രേമം, നിഷ്കാമമായ അൺകണ്ടീഷണൽ ലവ്, അത് ഭക്തിയോഗം. ആ ഭക്തിയോഗം ഉറയ്ക്കുവാൻ വേണ്ട ആ ഒരു പ്രക്രിയ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ഭഗവാനിൽ ഭക്തി ഉറയ്ക്കേണ്ടത്? അതിന് സ്ഥൂല സ്മരണം വിരാട് പുരുഷനിലൂടെ പറഞ്ഞു. അതിൻ്റെ സൂക്ഷ്മം പോലെ നമുക്ക് അതിനു മുമ്പ് നമ്മൾ ചതുർബാഹുവായ ഭഗവാന്റെ ഓരോ അവയവങ്ങളിലൂടെ മനസ്സും ബുദ്ധിയും പ്രാണനും സഞ്ചരിച്ച് ജീവാത്മാവ് പരമാത്മ സംയോഗം വരെ എത്തുന്ന സമാധിയിൽ വരെ കൊണ്ടുവന്ന് എത്തിച്ചു. ഇതെല്ലാം നമ്മൾ മരണം അടുത്തിരിക്കുന്നവർ ചെയ്യേണ്ടവ മുഖ്യ കാര്യങ്ങളെയൊക്കെ ഇവിടെ പറഞ്ഞു. ഇനി ഇഷ്ടം പോലെ നമ്മുടെ ദേഹത്തെ ഉപേക്ഷിക്കാൻ കാക്ഷിക്കുന്ന ഓരോ വ്യക്തിയും ഈ ഭക്തിയെ ഇങ്ങനെ ഉപാസിക്കുന്നതോടൊപ്പം യോഗി വര്യന്മാർക്ക് രണ്ട് വഴിയെ കൂടി പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ പ്രാണജയം നേടിയവരാണവർ യോഗികൾ. അവർക്ക് യോഗമാർഗത്തിലൂടെ സുഖാസനത്തിലിരുന്ന് മനസ്സും പ്രാണനെയും അടക്കി അവർ എപ്രകാരമാണ് ഈ സദ്യോമുക്തി എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് കടക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വിഷയങ്ങളിൽ നിന്നും പ്രത്യാഹാരം എന്ന് പറഞ്ഞ പ്രക്രിയയൊക്കെ നടത്തി അങ്ങനെ ഇന്ദ്രിയങ്ങളുമൊക്കെ അടങ്ങി നേരത്തെ പറഞ്ഞ പോലെ ജീവൻ പരമാത്മാവിനോട് ചേർന്ന് ആനന്ദാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് തന്നെ മനസ്സിനെ നിശ്ചലമായ ബുദ്ധി കൊണ്ട് ഈ പറഞ്ഞ ജീവാത്മ പരമാത്മ സംയോഗം ആ ലയിപ്പിക്കൽ നടന്ന് ജീവനായി വർത്തിക്കുന്ന എല്ലാറ്റിലും ജീവനായി വർത്തിക്കുക. നമ്മൾ വിരാട് പുരുഷനെ പറഞ്ഞപ്പോൾ സകലത്തിലും അതിൻ്റെ അധിഷ്ഠാനമായി ഇരിക്കുന്നത് സർവാധാരഭൂതമായ ഈ പരമാത്മ ചൈതന്യമാണ് എന്ന് പറഞ്ഞ ആ പരമാത്മാവിൽ ലയിപ്പിക്കണം. അത് താനാണ്, അഹം ബ്രഹ്മാസ്മി, അത് ഞാനാണ് എന്ന് ത്വം തത് അസി, തത്വമസി, അത് ഞാനാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇത് നല്ല ഒരു പ്രക്രിയയാണ്. പിന്നീട് പറയുന്നത് ഈ സ്വർഗാദി ലോക സുഖങ്ങളൊന്നും കാക്ഷിക്കുന്നില്ല, ആഗ്രഹമില്ലാത്ത മുനി ഈ ബ്രഹ്മഭാവത്തിലെത്തി സകല വാസനകളെയും മൂലത്തോടെ നശിപ്പിച്ചിട്ട് ഈ സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ച് അദ്ദേഹം വിദേഹ കൈവല്യാവസ്ഥയെ പ്രാപിക്കുന്നു. അതിന് ഒരു സ്ഥിരാസനത്തിൽ ഇരുന്നു കൊണ്ട്, ഇനി ഇതൊരു യോഗ സമ്പ്രദായമാണ്, പലതും ഹഠയോഗത്തിൽപ്പെട്ടതാണ്. ഹഠയോഗികളുടെ എണ്ണമൊക്കെ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എത്രയുണ്ട് പ്രയോഗത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിലും ഋഷിമാരത് ചെയ്യുന്നുണ്ടാവാം. അവർ നമ്മുടെ മൂലാധാര ചക്രത്തിലെ നമ്മുടെ മലദ്വാരത്തിലേക്ക് ഈ കാല് അവിടേക്ക് വെച്ചിട്ട് നമ്മൾ അപാനവായുവിനെ താഴേക്ക് വരാതെ ഈ വായുവിനെ മുകളിലേക്ക് മൂലാധാര ചക്രത്തിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്ന് മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ
ബ്രഹ്മരന്ധ്രം, ഈ ആജ്ഞാചക്രം വരെ എത്തിയിട്ട് ബ്രഹ്മരന്ധ്രത്തിൽ വന്നിട്ട് അവിടെ നിന്നും ഇത് ഓരോ ഇതിലൂടെ പ്രവേശിച്ച് ഈ പ്രാണൻ്റെ വ്യത്യസ്ത നാമങ്ങൾ അവിടെ പറയും. അങ്ങനെ ഇത് ബ്രഹ്മരന്ധ്രം ഛേദിച്ച് പുറത്തേക്ക് പോകുന്ന ഒരു സമാധിയുടെ അവസ്ഥ. ഇത് സദ്യോമുക്തിയുടെ അവസ്ഥയാണ്. ഇത് ഈ പുരിക മധ്യത്തിൽ, ഭ്രൂമധ്യത്തിൽ നിർത്തി ഒക്കെ ചെയ്യുന്ന പ്രക്രിയ വളരെ വിസ്തരിച്ച് ഭാഗവതത്തിലുമുണ്ട്, നമ്മുടെ യോഗ പുസ്തകങ്ങളിലൊക്കെ കാര്യമായിട്ടുണ്ട്. അങ്ങനെ ഒരു സദ്യോമുക്തിയുണ്ട്. ഇനി ക്രമമുക്തിയെക്കുറിച്ച് പറയുന്നു. ഇതിൽ 22 തൊട്ട് 31 വരെയുള്ള ശ്ലോകങ്ങളിൽ ക്രമമുക്തിയാണ് പറയുന്നത്. ആ ക്രമമുക്തി ഇതുപോലെ തന്നെ ഉള്ള അതേ പ്രക്രിയയാണ്. പക്ഷേ ഈ ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്ന, എനിക്ക് സ്വർലോകാദികളിൽ പോകണം, ബ്രഹ്മലോകത്ത് പോകണം, മഹർലോകത്ത് പോകണം, ഇങ്ങനെ പല ലോകങ്ങളിൽ പോയി ആനന്ദിച്ച് അവസാനം ബ്രഹ്മത്തിലെത്തി ലയിക്കണം എന്ന ചിന്തയോടുകൂടി ഈ സൂക്ഷ്മ ശരീരത്തെ കൂടെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അതിനെ നിയന്ത്രിച്ച് ഇതര ലോകങ്ങളിലൊക്കെ പോയി ആനന്ദിച്ച് ബ്രഹ്മലോകത്ത് ദിവരാർത്ഥം ബ്രഹ്മലോകത്ത് കഴിഞ്ഞ് ഇപ്പോഴേക്കും അനവധി നൂറ്റാണ്ടുകൾ കടക്കും. എന്നിട്ട് എങ്ങനെയാണോ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത് അതിൻ്റെ വിപരീത ഭാവത്തിൽ ഇങ്ങനെ ഭൂമി ജലം എന്ന് പറഞ്ഞ് തിരിച്ച് വന്ന് ആകാശം അഹങ്കാരം മഹത്തത്വത്തിൽ കൂടെ വന്ന് പ്രകൃതിയുടെ മൂലപ്രകൃതിയായ ബ്രഹ്മത്തിലെത്തി ലയിച്ച് ഇനി ജന്മങ്ങളില്ലാത്ത അവസ്ഥയിൽ എത്തുന്ന ക്രമമുക്തി എന്ന ഒരു ശാസ്ത്രം കൂടി വിസ്തരിച്ച് ഇതിൻ്റെ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം മോക്ഷഗതി അല്ലെങ്കിൽ മുക്തി എന്ന അവസ്ഥയെ തന്നെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഭക്തിയോഗത്തെ തന്നെയാണ് കൂട്ടുപിടിക്കേണ്ടത്. തസ്മാത് സർവാത്മനാ രാജൻ ഹരി സർവത്ര സർവദാ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്വർത്തവ്യോ ഭഗവാൻ നിർണം. ഹേ രാജൻ, മനുഷ്യർ എല്ലാ കർമ്മങ്ങളിലും എല്ലായ്പ്പോഴും സർവാത്മഭാവത്തോടു കൂടെ കേൾക്കേണ്ടതും കീർത്തിക്കേണ്ടതും സ്മരിക്കേണ്ടതും ശ്രീ ഭഗവാനായ ഹരിയെ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം പറഞ്ഞ് ആണ് നമ്മുടെ ഈ 2-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. ഇതിൻ്റെ 3-ാം അധ്യായം കൂടിയുണ്ട്. അത് കാമ്യോപാസനയാണ്. വിവിധ ദേവതാ സങ്കല്പങ്ങളിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന ദേവതകൾ, വിദ്യയ്ക്ക് ഇന്ന ദേവത, ബ്രഹ്മദേശന് ബ്രഹ്മാവ്, ഇന്ദ്രൻ, സന്താനം പ്രജാപതി തുടങ്ങി ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഒരാഗ്രഹവും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ആരെ ഉപാസിക്കണമെന്ന് ചോദിച്ചാൽ ശ്രീ മഹാവിഷ്ണുവിനെ തന്നെയാണ്, ശ്രീഹരിയെ തന്നെയാണ് ഉപാസിക്കേണ്ടത്. അവിടെ നിന്ന് നമുക്ക് എല്ലാം കിട്ടും, ചോദിക്കാത്തതും കിട്ടും. അപ്പം ഇതിൻ്റെ ഹോൾസെയിൽ ഒരാളെ ഉണ്ട്. എന്തിന് നമ്മൾ സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി, ആ ഒറ്റ ദേവനെ തന്നെ പൂർണ്ണമായി നമ്മൾ നമ്മുടെ ആത്മസമർപ്പണം ചെയ്ത് അതായി ഭവിച്ചാൽ ഇതര ദേവതാ സങ്കല്പങ്ങളെ ഒക്കെ ആശ്രയിക്കേണ്ടതായിട്ട് പോലും വരുന്നില്ല. ഇനി അഥവാ ആശ്രയിച്ചാലും നമുക്ക് ആന്തരിക ശുദ്ധി കൈവന്ന് ഈ ആത്മസാക്ഷാത്കാരത്തിന് എത്തുന്ന ഒരു യോഗ്യത ആർജിക്കാൻ കഴിയും. ഇങ്ങനെ നമ്മെ ഈ വർത്തമാനകാലത്തിലെ ഈ സംസാര സാഗരത്തിൽ പലവിധ ദുഃഖങ്ങളിൽ ആണ്ടുകിടക്കുന്ന നമ്മൾക്ക് സഹജമായ പരമാനന്ദത്തെ പ്രാപിക്കാൻ ഈ ഭാഗവതം കൊണ്ട് നമുക്ക് സാധിക്കുന്നു. ഭഗവാൻ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ എല്ലാ വാക്കുകളെയും ഭഗവത് പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ ശ്രവിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന എല്ലാ ധന്യാത്മാക്കളെയും വീണ് നമസ്കരിക്കുന്നു. ഇങ്ങനെയൊരു അവസരം കൈവന്നതിന് സാക്ഷാൽ മഹാദേവനോടും ഗുരുവായൂരപ്പനോടുമുള്ള എല്ലാ നമസ്കാരങ്ങളും ഇപ്പോൾ ചെയ്യുന്നു. എല്ലാ പുണ്യാത്മാക്കളെയും താണു വണങ്ങിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ പ്രകൃതേസ്വാ കരോമേദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതുവരെ വിരാട് സ്വരൂപ വർണ്ണന എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ച ആദരണീയനായ ശ്രീകുമാർ